ഗുഡ് ഈവനിങ് എവ്രി വൺ. എല്ലാവർക്കും സന്ധ്യ വന്ദനം. നിങ്ങൾ മിക്ക ആൾക്കാരും ഇപ്പോ വീട്ടിലായിരിക്കും. നമ്മുടെ ലിവിംഗ് റൂമിൽ ഇരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ബെഡ്റൂമിലാവാം, ഓഫീസ് റൂമിലാവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. താങ്ക് യു ഫോർ ബീങ് ഹിയർ. ഐ ആം നോട്ട് ഹിയർ ആസ് എ സ്പീക്കർ ടുഡേ. ഞാനൊരു ഡോക്ടറല്ല, ഒരു സെയിൽസ്മാൻ അല്ല. ഏകദേശം ഒരു 10, 20, 25 വർഷം ഫാർമ വെൽനസ് മേഖലയിലുള്ള ഒരു എക്സ്പീരിയൻസ്. അതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഒരു കൺവെർസേഷന്റെ ഭാഗമായിട്ട്. സോ വി ആർ ഡൂയിങ് സം കൺവെർസേഷൻ ഓവർ ഹിയർ. ഓക്കെ, ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ആക്ച്വലി ഐ കെയിം ഹിയർ ടു ടെൽ യു ദ സ്റ്റോറി. ഓക്കെ, ഇപ്പൊ ഒരു വീട്, ഒരു സാധാരണ ഒരു കുടുംബം, നോർമൽ ആയിട്ടുള്ള ഒരു കുടുംബം. അച്ഛൻ, അമ്മ, രണ്ട് കുട്ടികള്. അച്ഛൻ ഡെയിലി ഓഫീസിൽ പോവും, അമ്മ വീട്ടിൽ ഉണ്ടാവും, വീട്ടിലെ ജോലികളൊക്കെ നോക്കും. കുട്ടികൾ സ്കൂളുകളിൽ പോവും. എല്ലാം സാധാരണ പോലെ നോർമലായിട്ട് പോകുന്ന നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ ഫാമിലി. ഒരു ദിവസം രാവിലെ അച്ഛൻ സാധാരണ പോലെ തന്നെ റെഡിയായി, ഓഫീസിൽ പോകാനൊക്കെ റെഡിയായി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, എല്ലാവരോടും ചിരിച്ചു, കെട്ടിപ്പിടിച്ചു, ബൈ പറഞ്ഞു, പോയി. ഈവനിങ് ഫോൺ റിങ് ചെയ്യാണ്. ഹാർട്ട് അറ്റാക്ക്. ഡോക്ടർ അടുത്ത് ഓടിച്ചെന്ന് പറഞ്ഞപ്പോ, ഡോക്ടർ അടുത്ത് ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞത് സഡൻ അറ്റാക്ക് ആണ് എന്നതാണ്. എല്ലാവരും പറയുന്ന കാര്യം, ആള് വളരെ ഫിറ്റ് ആയിരുന്നു. ഹി വാസ് സോ ഫിറ്റ് ആൻഡ് ഹി ഹാഡ് നോ വാർണിംഗ്. യാതൊരുവിധ സിംറ്റംസോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. എല്ലാം വളരെ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചു പോയിരുന്ന ആളാണ്. ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്ന ആളാണ്. എക്സസൈസ് ചെയ്യുന്ന ആളാണ്. എല്ലാ കാര്യങ്ങളും ചിട്ടയായിട്ടുള്ള ഒരാളാണ്. സ്വാഭാവികമായിട്ടും ആളുകൾ ചിന്തിക്കുന്നത്, എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല, സംഭവിക്കാനുള്ളത് സംഭവിക്കും. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? ഇത് വളരെ പെട്ടെന്ന് ആയിരുന്നോ? സഡൻ ആയിരുന്നോ? ലെറ്റ് മീ ബി വെരി ഹോണസ്റ്റ് ടു യു, ഹോണസ്റ്റ് വിത്ത് യു. ഹാർട്ട് അറ്റാക്ക് സഡൻ അല്ല. സ്ട്രോക്ക് സഡൻ അല്ല. ക്യാൻസർ സഡൻ അല്ല. ഡെത്ത് സഡൻ ആണ്. മരണം സഡൻ ആണ്, പെട്ടെന്നാണ്. രോഗങ്ങൾ അങ്ങനെയല്ല. രോഗങ്ങൾ എന്ന് പറയുന്നത് ഒരു സ്ലോ മൂവി പോലെയാണ്. ഡിസീസ് ഇസ് എ സ്ലോ മൂവി. വി ഓൺലി സീ ദ ലാസ്റ്റ് സീൻ. അവസാന ഭാഗം മാത്രം, ലാസ്റ്റ് സീൻ മാത്രം കാണാൻ കഴിയുന്ന ഒരു സിനിമ പോലെയാണ് ഈ രോഗങ്ങളൊക്കെ. ഇതിന്റെ ക്ലൈമാക്സ് മാത്രമേ പുറത്ത് അറിയുള്ളൂ, അല്ലെങ്കിൽ വാർത്തയായിട്ട് വരുള്ളൂ. അതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. ന്യൂസ് ഷോസ് ഓൺലി ദ ക്ലൈമാക്സ്. നോബഡി ഷോസ് ദ ഫസ്റ്റ് സീൻ, സെക്കൻഡ് സീൻ, തേർഡ് സീൻ. നോ. അതുകൊണ്ട് തന്നെ ഈ മൂവി മുഴുവൻ കാണാത്തത് കൊണ്ട് തന്നെ നമുക്കറിയില്ല നമുക്കൊരു കൺട്രോൾ ഉള്ളതായിരുന്നു ഇത് എന്നുള്ളത് നമുക്കറിയില്ല. വി തിങ്ക് വി ഹാവ് നോ കൺട്രോൾ. നമ്മുടെ കൺട്രോളിലല്ല എന്നതാണ് നമ്മൾ പറയും. വിധിയെ കുറ്റം പറയും. ബട്ട് ഒരു പക്ഷേ, വാട്ട് ഇഫ് വി ആക്ച്വലി മിസ്ഡ് ദി എൻറ്റയർ സ്റ്റോറി? നമ്മൾ ഈ എൻറ്റയർ സ്റ്റോറി നമ്മൾ മിസ്സായിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? സോ ദിസ് ഇസ് വാട്ട്. ഇത് തന്നെയാണ്, ഈ കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു കഥ പോലെ തോന്നും. കാര്യം ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ചുറ്റുപാടുകളിലും, നമ്മുടെ കുടുംബങ്ങളിലും, നമ്മുടെ വീടുകളിലും, അയൽപ്പക്കങ്ങളിലും, സുഹൃത്ത് ബന്ധങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്ന, കേൾക്കുന്ന സ്റ്റോറിയാണ്. ലെറ്റ് മീ ആസ്ക് യു സംതിങ്. ഒരു കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുക എന്ന് വിചാരിക്കുക. അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന അന്നാണോ ഈ പ്രശ്നം തുടങ്ങുന്നത്? അല്ല. ആ കെട്ടിടത്തിൽ വിള്ളലുകൾ ഉണ്ടായിരുന്നിരിക്കണം, വാട്ടർ സീപ്പേജ് ഉണ്ടായിരുന്നിരിക്കണം, അതിന്റെ ഫൗണ്ടേഷൻ വീക്ക് ആയിരുന്നിരിക്കണം, ദുർബലമായിട്ടുണ്ടാവും. പക്ഷെ ആരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ബോഡി ആൾസോ സെയിം. നമ്മുടെ ശരീരവും അതുപോലെ തന്നെയാണ്. സി, നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും ആരോഗ്യം തുടങ്ങുന്നത് ഒരു ആശുപത്രിയിലാണ് എന്ന ധാരണയിലാണ്.
മോസ്റ്റ് പീപ്പിൾ തിങ്ക് ഹെൽത്ത് സ്റ്റാർട്ട്സ് അറ്റ് ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ അടുത്തു നിന്നാണ്, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് കയ്യിൽ കിട്ടുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു മരുന്നുകളിൽ നിന്നാണ്, ടാബ്ലറ്റുകളിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലാണ് ആരോഗ്യം തുടങ്ങുന്നത് എന്നാണ് ഒട്ടുമിക്ക ആൾക്കാരും കരുതുന്നത്. നോ, ഹെൽത്ത് സ്റ്റാർട്ട്സ് ഇൻസൈഡ്. ആരോഗ്യം തുടങ്ങുന്നത് നമ്മുടെ ഉള്ളിലാണ്. ഇൻസൈഡ് വേർ? ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഇൻസൈഡ് സെൽസ്, കോശങ്ങൾക്കുള്ളിലാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാമോ, നമ്മുടെ ബോഡി, ശരീരം എന്ന് പറയുന്നത് ഒരു രാജ്യം പോലെയാണ്, വലിയ ഒരു രാജ്യം പോലെയാണ്. ഈ രാജ്യത്തിലെ പ്രജകൾ എന്ന് പറയുന്നത് സെല്ലുകളാണ്, കോശങ്ങളാണ്. ഇതിന്റെ ബോർഡർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് സെൽ മെംബ്രെയിൻ ആണ്. അതായത് എല്ലാ കോശങ്ങൾക്കും ഒരു ഗേറ്റ് കീപ്പർ, ഒരു ബോർഡർ സെക്യൂരിറ്റി ഉണ്ട്. അത് സെൽ മെംബ്രെയിൻ എന്നാണ് പറയുക. ബോർഡർ സ്ട്രോങ് ആണെങ്കിൽ, ആ സെക്യൂരിറ്റി സ്ട്രോങ് ആണെങ്കിൽ രാജ്യം സേഫാണ്. എന്നാൽ സെക്യൂരിറ്റി ദുർബലമാണെങ്കിൽ തീവ്രവാദികളൊക്കെ നുഴഞ്ഞു കയറും. യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരവും അങ്ങനെ തന്നെയാണ്. യുവർ ബോഡി ഹാസ് ട്രില്യൺസ് ഓഫ് സെൽസ് ഇൻസൈഡ്. ആൻഡ് ആ കോശങ്ങളിലേക്ക് ബോർഡർ സെക്യൂരിറ്റി, ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്ന സാധനങ്ങളുണ്ട്. ഓക്കെ, അതാണ് ഡിസൈഡ് ചെയ്യുന്നത്. ആ സെക്യൂരിറ്റിയാണ് ഡിസൈഡ് ചെയ്യുന്നത് എന്ത് ഇൻസൈഡിൽ വരണം, എന്ത് പുറത്തു പോവണം, അല്ലെങ്കിൽ സിഗ്നൽസ് എങ്ങനെ മൂവ് ചെയ്യണം, സിഗ്നൽസ് എങ്ങനെ നടക്കണം, ഇൻഫ്ലമേഷൻ എങ്ങനെ ബിഹേവ് ചെയ്യണം. ചുരുക്കി പറഞ്ഞാൽ മെംബ്രെയിൻ ഹെൽത്തി ആണോ, ഈ സെക്യൂരിറ്റി സ്ട്രോങ് ആണോ, യുവർ സെൽസ് ആർ ഹാപ്പി. ഇപ്പൊ നമ്മുടെ രാജ്യസുരക്ഷ, പട്ടാളം സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്. പട്ടാളം സ്ട്രോങ് അല്ലാത്ത രാജ്യങ്ങൾ ഇപ്പൊ നമുക്കറിയാം. വി ഹാവ് സീൻ ദാറ്റ്, വെനിസുല പോലെയുള്ള രാജ്യങ്ങളൊക്കെ അല്ലേ. സോ ഇഫ് മെംബ്രെയിൻ ഡാമേജ്ഡ്, മെംബ്രെയിൻ നമുക്ക് ഡാമേജ്ഡ് ആണെങ്കിൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ്. ഇറ്റ്സ് ടോട്ടലി കവോട്ടിക്. നൗ ദ ബിഗ് ക്വസ്റ്റ്യൻ, വാട്ട് ഡാമേജസ് ദ മെംബ്രെയിൻ? ഈ കോശങ്ങളെ ഡാമേജ് ആക്കുന്നത് എന്താണ്? ഈ കോശങ്ങളിലേക്ക് ഉള്ളിൽ പ്രവേശിക്കേണ്ട സാധനങ്ങളുടെ ഒരു ലിസ്റ്റാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിന് പറയുന്നത് എസെൻഷ്യൽ ന്യൂട്രിയൻസ് എന്നാണ്. യു നീഡ് ദം ഡെയിലി. ഇതെല്ലാ ദിവസവും വേണം. കാർബോ, പ്രോട്ടീൻ, ഫാറ്റ്, വിറ്റമിൻസ്, മിനറൽസ് ആൻഡ് വാട്ടർ. ഇത് ലഭിച്ചാലാണ് ആ പട്ടാളം സ്ട്രോങ് ആയിട്ട് നിൽക്കുക. എന്നാൽ നമ്മുടെ കിച്ചണിൽ, അടുക്കളയിൽ നിന്ന് ഇന്ന് ഈ സൈന്യത്തിന് കൊടുക്കുന്ന സാധനങ്ങൾ എന്താണ്? സൺഫ്ലവർ ഓയിൽ, റിഫൈൻഡ് ഓയിൽ, ബേക്കറി ഐറ്റംസ്, അതുപോലെ ഫുഡ് പോലെ തോന്നിക്കുന്ന കുറെ സാധനങ്ങൾ, വിടുന്നു. ഇതെല്ലാം ശരീരത്തിലേക്ക് വലിയ അളവിൽ ഒമേഗ 6 എന്ന് പറയുന്ന ഒരു ഫാറ്റി ആസിഡ്, അതായത് നമുക്ക് ശരീരത്തിൽ ഒരു 30% നമ്മുടെ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഒരു സാധനമാണ് ഫാറ്റ്. ആ ഫാറ്റിൽ 2 ഫാറ്റാണ്. കാര്യം ഈ ഈ ഈ സൈന്യം നിർമ്മിക്കപ്പെടാൻ വേണ്ടതായതുകൊണ്ടാണ് ഈ മെംബ്രെയിൻ, ഈ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഫാറ്റാണ്. ഈ ഫാറ്റിലാണ് അത് നിർമ്മിക്കപ്പെടുന്നത്. അതിൽ തന്നെ 2 തരത്തിലുള്ള ഫാറ്റാണ്, ഒമേഗ 3 ആൻഡ് ഒമേഗ 6. ഒമേഗ 6 നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിലും ഒമേഗ 6 ആണ്, റിച്ച് ആണ്, വളരെ കൂടുതലാണ്. അത് മോശമല്ല, ഒമേഗ 6 ബാഡ് അല്ല. പക്ഷേ എക്സസ് ഒമേഗ 6 ഈസ് ഡേഞ്ചറസ്. ഒരു വാള് പോലെയാണ്. അത് കറക്റ്റ് എമൗണ്ടിലാണെങ്കിൽ അത് യൂസ്ഫുൾ ആണ്, ഒരു കത്തിയൊക്കെ പോലെ ഇപ്പൊ നമ്മൾ കിച്ചണിൽ. പക്ഷെ അത് എക്സസ് ആയി കഴിഞ്ഞാൽ ഡേഞ്ചറസ് ആണ്. ആൻഡ് ഒമേഗ 3 ഈസ് ലൈക്ക് ഒരു ഫയർ ഫൈറ്റർ ആണ്. ഫയർ ഫൈറ്റർ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് തീ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഫയർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇന്നത്തെ പ്രശ്നം അതാണ്. ഫയർ കൂടുതലാണ്, ഫയർ ഫൈറ്റർ ഇല്ല. റിസൾട്ട് എന്താണ്? സൈലന്റ് ഇൻഫ്ലമേഷൻ. അതാണ് ഈ സ്ക്രീനിൽ കാണുന്ന റേഷ്യോ. ഫോർ എവറി ഒമേഗ 6, ഫോർ എവറി മോളിക്യൂൾ ഓഫ് ഒമേഗ 6 ഇൻ യുവർ ബോഡി, യു നീഡ് 1 മോളിക്യൂൾ ഓഫ് ഒമേഗ 3. നമ്മൾ കഴിക്കുന്ന എണ്ണപ്പലഹാരങ്ങൾ, അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ഓയിലുകൾ, ബേക്കറി ഐറ്റംസ്, നമ്മുടെ ഭക്ഷണത്തിലൂടെ ലഭിക്കുന്നത് എല്ലാം തന്നെ. നിങ്ങളൊരു ചായക്കടയിൽ ചെന്ന് നമ്മളൊരു സ്നാക്ക് എടുത്ത് നമ്മൾ ഒന്ന് ശരിക്കും ഒരു ടിഷ്യൂ പേപ്പറിലൊക്കെ നമ്മൾ പൊതിയും പറയാം നമുക്ക് എന്തോരം ഒമേഗ 6 ബോഡിയിലേക്ക് കയറുന്നു എന്ന്. ഇതേ അനുപാതത്തിൽ നമ്മൾ എത്ര കയറുന്നുണ്ടോ അതേ അനുപാതത്തിൽ ഒമേഗ 3യും വേണം. പക്ഷെ ഒമേഗ 3 കിട്ടണില്ല. അതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവും? ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന ഒരു മെക്കാനിസം ഉണ്ടാവും. ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് വേദനയല്ല, വേദന ഉണ്ടാവണം എന്നൊന്നുമില്ല.
ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതൊരു കത്തുന്ന നിലവിളക്ക് പോലെയാണ്. ഒരു ചെറിയ തിരി, അത് പക്ഷേ രാവും പകലും നിന്ന് കത്തും. ഡേ ആൻഡ് നൈറ്റ് ഇത് കത്തിക്കൊണ്ടിരിക്കും. ആൻഡ് യു ഡോണ്ട് ഫീൽ ഹീറ്റ് ഇമ്മീഡിയറ്റ്ലി. ആ ചൂട് നമുക്ക് പെട്ടെന്നൊന്നും ഫീൽ ചെയ്യില്ല. പക്ഷെ ഓയിൽ കഴിഞ്ഞാൽ വിളക്ക് കെട്ടുപോകും. ശരീരം അതുപോലെ തന്നെയാണ്, കെട്ടുപോകും. ആൻഡ് ഇറ്റ് ടേക്സ് ഇയേഴ്സ് ഓഫ് ബേണിംഗ്. വർഷങ്ങളുടെ ഈ സൈലന്റ് ആയിട്ടുള്ള ബേണിംഗ് ആണ്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ് ഈ ഒരു 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 ഫ്ലെയിം, ഒരു ഇൻഫ്ലമേഷൻ. ഈ ഇയേഴ്സ് ഓഫ് സൈലന്റ് ബേണിംഗിൽ നിന്നാണ് ഹാർട്ട് അറ്റാക്ക്, ഡയബറ്റീസ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, PCOD, തൈറോയിഡ്. ഇതൊക്കെ വരുമ്പോൾ ആൾക്കാർ പറയും ദൈവം അത്രേ വിധിച്ചിട്ടുള്ളൂ. നോ, ഇറ്റ് വാസ് ബയോളജി ഇഗ്നോർഡ്. ഹി ഓർ ഷീ വാസ് അൺഇൻഫോംഡ്. നിങ്ങൾ അൺഇൻഫോംഡ് ആവുന്നതിന് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു സെന്റൻസ് ആണ് ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്, എനിക്കിപ്പോ ഒരു പ്രശ്നവുമില്ല, ഞാൻ വളരെ ഹെൽത്തിയാണ്. ലെറ്റ് മീ സേ സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ. ഫീലിംഗ് ഫൈൻ ഡസൻ മീൻ യു ആർ ഫൈൻ. നിങ്ങളുടെ തോന്നലുകൾ യാതൊരു എന്താ പറയാ അർത്ഥം, ഇറ്റ് ഡസൻ മീൻ ദാറ്റ് യു ആർ ഫൈൻ. ഫീലിംഗ് ഫൈൻ ഈസ് ലൈക്ക്, ഇപ്പൊ നമുക്ക് ഫീലിംഗ് ഫൈൻ ഈസ് ലൈക്ക് യു ആർ ഡ്രൈവിംഗ് എ കാർ വിതൗട്ട് ഫ്യൂൽ ഗേജ്. നമ്മളൊരു കാർ ഓടിക്കുന്നുണ്ട്, പക്ഷെ കാറിനകത്ത് പെട്രോളോ ഡീസലോ എത്ര ഉണ്ടെന്നുള്ളത് അറിയില്ല, ആ മീറ്റർ ഇല്ല. കാർ സ്മൂത്ത് ആയിട്ട് പോവും, പക്ഷെ സഡൻലി എപ്പോഴാണ് എഞ്ചിൻ ഓഫ് ആവുക അറിയില്ല, എഞ്ചിൻ സ്റ്റോപ്പ്. ഹെൽത്ത് ഗേജ് നമ്മൾ നോക്കുന്നില്ല, ബിക്കോസ് നോ ബഡി ടോട്ട് us. ഹെൽത്ത് ഗേജ്, ഹെൽത്ത് സ്കോർ നമ്മൾ നോക്കുന്നില്ല, നമുക്ക് ആരും അറിയില്ല, ആരും ഇത് പഠിപ്പിച്ചിട്ടില്ല. സോ ദാറ്റ് ഈസ് വാട്ട് ദിസ് റേഷ്യോ സ്റ്റോറി. Your omega-6 and omega-3, it should be an ideal ratio, and the ratio should be 1:1. Or maximum, it can go up to 3:1. Even 4:1 പോലും ഇത് ഒരു ഡേഞ്ചറസ്, ഒരു ടേണിംഗ് പോയിന്റ് ആണ്. എന്നാൽ ഇന്ന് യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 25:1, 15:1, 25:1, 30:1, ഈവൻ 45:1 ഒക്കെയാണ്. കാർഡിയോളജിസ്റ്റിന്റെ ടെസ്റ്റ് ചെയ്തപ്പോൾ 129:1 ആണ്. ഇമാജിൻ, വി ഹാവ് ടെസ്റ്റഡ് എ കാർഡിയോളജിസ്റ്റ്, എ വെരി ഫേമസ് കാർഡിയോളജിസ്റ്റ് ഇൻ ബാംഗ്ലൂർ, and his ratio was 129:1. So what happens? See, ഈ റേഷ്യോ കൂടുമ്പോൾ, omega-6 കൂടുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ശരീരത്തിന്, ഈ മെംബ്രെയിൻ, ഈ ബോർഡർ സെക്യൂരിറ്റി വീക്ക് ആവും, ഇത് ഹാർഡ് ആവും, ഇതിലേക്കൊന്നും പ്രവേശിക്കില്ല, ഒന്നും പുറത്തു പോവില്ല. ഇനി പല ആൾക്കാരും അതുകൊണ്ട് എന്ത് ചെയ്യും, omega-3 സപ്ലിമെന്റ് ഒക്കെ വാങ്ങിച്ചു കഴിക്കും. സപ്ലിമെന്റ് കഴിക്കുന്നവരുടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ 15:1 20:1 ഒക്കെയാണ്. സ്റ്റിൽ ഡേഞ്ചർ സോൺ, വിച്ച് മീൻസ് വാട്ട് എവർ സപ്ലിമെന്റ്സ് യു ടേക്ക്, ദേ ഡോണ്ട് വർക്ക്. മാർക്കറ്റിൽ കിട്ടുന്ന 97% സപ്ലിമെന്റ്സും വർക്ക് ആവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ എന്താണ് റിയൽ ക്വസ്റ്റ്യൻ? സപ്ലിമെന്റ് കഴിക്കുക എന്നാണോ, അതോ ബോഡി ബാലൻസിലാണോ എന്നാണോ? എന്താണ് നമ്മൾ സ്വയം ചോദിക്കേണ്ടത്? See, without testing, we are blindfold driving. ഒരു ടെസ്റ്റിംഗ് ഇല്ലാതെ നമ്മൾ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലൈൻഡ് ഫോൾഡ് ആയിട്ട് ഡ്രൈവ് ചെയ്യാന്നാണ് അർത്ഥം. സോ ഗസിംഗ് ഈസ് എ ഗാംബ്ലിംഗ് വിത്ത് ഹെൽത്ത്. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർ പറയും, ഓ ഇതൊക്കെ എക്സ്പെൻസീവ് ആണ്. ഈ രണ്ട് പ്രശ്നങ്ങൾ, സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ ഇന്റഗ്രിറ്റി, ആ ബോർഡർ ഫോഴ്സിനെ, നമ്മൾ സെക്യൂരിറ്റി ഫോഴ്സിനെ സ്ട്രോങ് ആക്കണമെങ്കിൽ, നിങ്ങളുടെ ഇൻഫ്ലമേഷനെ ഇല്ലാതാക്കണമെങ്കിൽ ഈ റേഷ്യോ നമ്മൾ ബാലൻസിലേക്ക് കൊണ്ടുവന്നേ പറ്റൂ. വേറെ വഴിയൊന്നുമില്ല. കാര്യം അങ്ങനെയാണ് വി ഹാവ് ബീൻ ഡിസൈൻഡ്. നമ്മുടെ ശരീരം അല്ലെങ്കിൽ കോശങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണ്. ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്, ഓ ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷെ ഒരു ആശുപത്രിയിൽ ചെന്നിട്ട് ഡോക്ടർ പറയും സ്റ്റെന്റ് ഇടണം, സർജറി വേണം, വൃക്ക മാറ്റി വെക്കണം, കിഡ്നി മാറ്റി വെക്കണം, ലിവർ മാറ്റണം, യൂട്രസ് റിമൂവ് ചെയ്യണം, ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്യണം. അപ്പൊ എന്താ സംഭവിക്കുക? അപ്പൊ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവും, ബാങ്ക് അക്കൗണ്ട് ഒക്കെ തുറക്കും, വാലറ്റ് തുറക്കും, ഗോൾഡ് വിൽക്കും, സ്ഥലം വിൽക്കും. ബിക്കോസ് ജീവൻ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി ഓപ്പൺസ് മണി.
അവയർനെസ് ആസ്ക്സ് ക്വസ്റ്റ്യൻസ്. നമുക്കൊരു അവയർനെസ് ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക. എനിക്ക് എൻ്റെ ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു ഉദാഹരണം പറയാം. ഇറ്റ്സ് എ സ്റ്റോറി, റിയൽ സ്റ്റോറി. എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഐ നോ ഷീ ദിസ് ഹെർ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഫൈബ്രോയിഡ്സ് ഉണ്ട്, ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺ ഉണ്ട്. ഓക്കെ, അപ്പോ ഞാൻ ചോദിച്ചു, ഇത് ഡോക്ടറെ കണ്ടു, ഗോൾ ബ്ലാഡറും ഫൈബ്രോയിഡ് ഒക്കെ എടുത്ത് ഐ മീൻ യൂട്രസ് ഒക്കെ എടുത്ത് കളയണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഡിഡ് യു ട്രൈ ഫിക്സിങ് നാച്ചുറലി? നാച്ചുറൽ ആയിട്ട് ഇത് എന്തെങ്കിലുമൊക്കെ ശ്രമിച്ചിരുന്നോ, എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചിരുന്നോ? അപ്പൊ ചിരിച്ചുകൊണ്ട് പറയണേ, ഇല്ല, ഇൻഷുറൻസ് ഉണ്ട്, അപ്പൊ ഇത് നമ്മൾ സർജറി ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കിട്ടുമല്ലോ, ഇൻഷുറൻസ് മുതലാവുമല്ലോ. ഒന്നാലോചിച്ച് നോക്കൂ. ഇൻഷുറൻസ് ബിൽ പേ ചെയ്യും, കറക്റ്റ് ആണ്. നിങ്ങളുടെ ഇൻഷുറൻസ് നിങ്ങളുടെ ബില്ലൊക്കെ പേ ചെയ്യും. പക്ഷേ ഇൻഷുറൻസ് യൂട്രസ് തിരിച്ചു തരില്ല. ഇൻഷുറൻസ് ഗോൾ ബ്ലാഡർ തിരിച്ചു തരില്ല. റിമെമ്പർ, യൂട്രസ് ഈസ് നോട്ട് എ സ്പെയർ പാർട്ട്. ഗോൾ ബ്ലാഡർ ഈസ് നോട്ട് സ്പെയർ പാർട്ട്. ബോഡി ഈസ് നോട്ട് എ കാർ. അയ്യോ ചേച്ചി, ചേച്ചിയുടെ മൊബൈലിലെ സൗണ്ട് കൂട്ടിയേ. നിങ്ങൾ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കൂ. ഞാൻ സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം, പ്ലീസ്. സോ ബോഡി ഈസ് നോട്ട് എ കാർ. ആൾക്കാർ ചിന്തിക്കാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സി പീപ്പിൾ ഡോണ്ട് തിങ്ക് അബൌട്ട് ഹോർമോണൽ ഇംബാലൻസ്, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ഇഷ്യൂസ്, ലോങ് ടേം സഫറിങ്. കാരണം ഇതൊന്നും ആരെയും പഠിപ്പിച്ചിട്ടില്ല. 10, 18, 20 കൊല്ലൊക്കെ നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പോയിട്ട് പഠിച്ചു, പക്ഷെ ഇതൊന്നും ആരും പഠിപ്പിച്ചിട്ടില്ല. ലെറ്റ് മീ ബി വെരി ക്ലിയർ, ഡോക്ടേഴ്സ് ആർ ഹീറോസ്. ഡോക്ടേഴ്സ് ഹീറോസ് ആണ്, യാതൊരു തർക്കവും. ഹോസ്പിറ്റൽസ് സേവ് ലൈഫ്സ്. ജീവിതങ്ങളെ തിരിച്ചു പിടിക്കുന്ന കേന്ദ്രങ്ങളാണ് ഹോസ്പിറ്റൽസ്. ബട്ട് ഹോസ്പിറ്റൽസ് ട്രീറ്റ് ഡാമേജ്. ഒരു ഡാമേജിനെ ചികിത്സിക്കുന്ന കേന്ദ്രങ്ങളാണ് ഹോസ്പിറ്റൽസ്. ആൻഡ് ഹെൽത്ത് സ്റ്റാർട്ട്സ് ബിഫോർ ഡാമേജ്. ആരോഗ്യം തുടങ്ങുന്നത് ഈ ഡാമേജിന് മുമ്പാണ്. ആൻഡ് റിമെമ്പർ ദാറ്റ് റെസ്പോൺസിബിലിറ്റി കനോട്ട് ബി ഔട്ട്സോഴ്സ്ഡ്. ആ ഉത്തരവാദിത്വം നിങ്ങൾക്ക് വേറൊരാളെ ഏൽപ്പിക്കാൻ പറ്റില്ല. നോ, വി ഡോണ്ട് പ്രോമിസ് ക്യൂർ. സിൻസിനോ, ഞാൻ ഇന്ന് നമ്മുടെ സൺഡേ സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊജക്ടിന്റെ ഒരു ഇൻട്രൊഡക്ഷന്റെ ഭാഗമായിട്ടുള്ള സെഷനാണ്. ആൻഡ് വി ഡോണ്ട് പ്രോമിസ് ക്യൂർ. ആൻഡ് സിൻസിനോ ഡസന്റ് ഫൈറ്റ് ഡോക്ടേഴ്സ്, ആൻഡ് സിൻസിനോ ഡസന്റ് പ്രോമിസ് ക്യൂർ. സിൻസിനോ ആസ് വൺ സിമ്പിൾ തിങ്. നമ്മൾ ഒരൊറ്റ കാര്യം മാത്രമാണ് ചോദിക്കുന്നത്. ഡു യു നോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് യുവർ ബോഡി? നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയുമോ? മെഷർ, കറക്റ്റ്, റീടെസ്റ്റ്, വെരിഫൈ. നിങ്ങളത് മെഷർ ചെയ്യൂ, അത് കറക്റ്റ് ചെയ്യൂ, റീടെസ്റ്റ് ചെയ്യൂ, വെരിഫൈ ചെയ്യൂ. അതിനെന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ല. നിങ്ങളുടെ ബ്ലഡ് ഒരു ഫിംഗർ ടിപ്പിൽ നിന്ന് ഒരു 1-2 ഡ്രോപ്പ് ബ്ലഡ് എടുക്കുക. ആൻഡ് ദ ബ്ലഡ് സാമ്പിൾ ഗോസ് ടു ദിസ് ലാബ്. ലോകത്തിലെ ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള ഒരു ലാബാണ് ഇത്. നോർവേയിലാണ്, നമ്മുടെ നാട്ടിലും അല്ല. കാര്യം ലോകത്തുനിന്ന് എല്ലാ രാജ്യങ്ങളിലും, ഇന്ന് 100-ലധികം രാജ്യങ്ങളിൽ ഈ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ലോകത്തുള്ള എല്ലാ ആൾക്കാരുടെയും ബ്ലഡ് സാമ്പിൾ പോകുന്നത് ഈ ലാബിലേക്കാണ്. ഓസ്ലോ സയൻസ് പാർക്കിലുള്ള വിറ്റാസ് എന്ന് പറയുന്ന ഒരു ലാബിലാണ്. അവരത് മെഷർ ചെയ്യും. എന്താണ് നമ്മുടെ ബോഡിക്കുള്ളിലെ കണ്ടീഷൻ എന്താണ്? സോ വാട്ട് ഈസ് യുവർ സെല്ലുലാർ ഹെൽത്ത്? ഈ ഒരു ഇൻഫ്ലമേഷൻ ലെവൽ എന്താണ്? omega-3 ഇൻഡെക്സ് എന്താണ്? ഇതെല്ലാം നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ അറിയാൻ പറ്റും. ആൻഡ് വി കറക്റ്റ് ഇറ്റ് ആൻഡ് വി റീടെസ്റ്റ് ആൻഡ് വെരിഫൈ. ദാറ്റ്സ് ഇറ്റ്. നോ ഡ്രാമ, നോ ഫിയർ, ജസ്റ്റ് ക്ലാരിറ്റി. ഇത് ലോകത്ത് മുഴുവൻ ചെയ്യുന്നതാണ്. ആൻഡ് ദിസ് ഇസ് എ സാമ്പിൾ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് കാണിക്കുന്നതിന്റെ ഒരു പ്രാധാന്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് പേഴ്സൺ, he is taking supplements worth almost 35,000 to 40,000 rupees every month. കഴിഞ്ഞൊരു 10, 15, 20 വർഷമായിട്ട് ഒരു 35,000, 40,000 രൂപയുടെ സപ്ലിമെന്റ്സ്, ലിറ്ററലി. ഒരു റിട്ടയർഡ് സയന്റിസ്റ്റ് ആണ്, ബാംഗ്ലൂർ ആണ്, വളരെ വേണ്ടപ്പെട്ട ഒരു ഫ്രണ്ടാണ്, കമ്മ്യൂണിറ്റി മെമ്പറാണ്. അദ്ദേഹം 10, 35,000, 40,000 രൂപയുടെ സപ്ലിമെന്റ്സ് കഴിഞ്ഞ, അതായത് ഫിഷ് ഓയിലൊക്കെ അദ്ദേഹം അമേരിക്കയിൽ നിന്ന് കൊണ്ടുപോകും. കാരണം അദ്ദേഹത്തിന് മക്കളൊക്കെ അവിടെയാണ്, അവിടുന്ന് കൊണ്ടുവരുന്നതാണ് കഴിക്കുന്നത്. ആൻഡ് ഹീസ് ഡ്രിങ്കിങ് സം സ്പെഷ്യൽ വാട്ടർ ആൻഡ് എവറി ഡേ ഹി ഗോസ്, ഹി ഹിറ്റ് ദ ജിം, വർക്ക്ഔട്ട് ചെയ്യുന്നു, എല്ലാം ഉണ്ട്. ആൻഡ് ഹീസ് സോ ഹെൽത്തി. ബട്ട് ഹി ലുക്സ് ഹെൽത്തി. പക്ഷേ അദ്ദേഹത്തിന്റെ സാമ്പിൾ അയച്ച് റിസൾട്ട് വന്നപ്പോൾ ഹി കുഡിന്റ് സ്ലീപ്പ് ദാറ്റ് നൈറ്റ്. റേഷ്യോ വാസ് 74:1. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതെല്ലാം പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കുന്ന ഒരാളുടെ ബ്ലഡ് ടെസ്റ്റ് വന്നപ്പോൾ 74:1. പ്രൊട്ടക്ഷൻ വാല്യൂ 0. omega-3 ഇൻഡെക്സ് 1.4%. ഇമാജിൻ, പുതിയ പഠനങ്ങൾ പറയുന്നത്
അതായത് ഫ്രെമിംഗ്ഹാം സ്റ്റഡി പോലെയുള്ള പുതിയ പഠനങ്ങളിൽ പറയുന്നത് നിങ്ങളുടെ ഒമേഗ 3 ഇൻഡെക്സ് 4% താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനും സഡൻ ഡെത്തിനുമുള്ള സാധ്യത 90%-ലധികമാണ് എന്നതാണ്. റിമെമ്പർ ദിസ്. ഇറ്റ് ഈസ് നോട്ട് യുവർ കൊളസ്ട്രോൾ, ഇറ്റ് ഈസ് നോട്ട് യുവർ ലിപ്പിഡ് പ്രൊഫൈൽ. കാര്യം ഈ കുഴഞ്ഞു വീണിക്കുന്ന ഇപ്പൊ ഇന്ത്യയിൽ ഏകദേശം 10,000 ആൾക്കാർ ഡെയിലി കുഴഞ്ഞു വീണ് മരിക്കുന്നു എന്നുള്ളതാണ് ന്യൂസ് റിപ്പോർട്ട്സ്. ഈ ആൾക്കാരുടെ ഒട്ടുമിക്ക ആൾക്കാരുടെയും ലിപ്പിഡ് പ്രൊഫൈൽ കറക്റ്റ് ആണ് ആൻഡ് ദേ ലുക്സ് ഹെൽത്തി. അതിനകത്ത് എല്ലാവരും ഉണ്ട്. വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ജിമ്മിൽ പോകുന്ന ആൾക്കാരുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. വളരെ യങ് ആയിട്ടുള്ള ആൾക്കാർ 30-40 വയസ്സിലൊക്കെയാണ് സംഭവിക്കുന്നത്. ആൻഡ് അറ്റ്ലീസ്റ്റ് വൺ ടൈം യു ടെസ്റ്റ് യുവർ ഒമേഗ 3 ഇൻഡെക്സ്. ദാറ്റ്സ് വാട്ട് ദ സ്റ്റഡീസ് ആർ സേയിങ് നൗ. ഇത് 8 മുതൽ 12% ഇത് വേണ്ടത്. ഒരു 8% മുകളിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സഡൻ ഡെത്തിനുള്ള സാധ്യത ഇല്ലാതാവുന്നു, 90% ഇല്ലാതാവുന്നു എന്നുള്ളതാണ് ഈ പഠനങ്ങളിൽ പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട്, ഇത് എന്റെ അഭിപ്രായമല്ല. ഓക്കെ, ഇറ്റ്സ് എ സ്റ്റഡി ഫൈൻഡിങ്സ്. യു ക്യാൻ റിസർച്ച് ദിസ്. അതുപോലെ മെന്റൽ സ്ട്രെങ്ത്, ഇറ്റ് ഷുഡ് ബി 1:1. ഇത് നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. ഇത് തകരുമ്പോഴാണ് പാർക്കിൻസോണിസം, അൽസൈമേഴ്സ്, ഡിമെൻഷ്യ പോലെയുള്ള കാര്യങ്ങൾ. ആൻഡ് സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി, ഇതാണ് ഞാൻ പറയുന്നത്. ബോർഡർ സെക്യൂരിറ്റി. ഈ ബോർഡർ സെക്യൂരിറ്റി 3:1 ആണെങ്കിൽ അത് സ്ട്രോങ് ആണ്, അതിൽ താഴെയാണെങ്കിൽ അത് സ്ട്രോങ് ആണ്. ഇത് 29.2:1 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വീക്കാണ്, ദുർബലമാണെന്ന് അർത്ഥം. അതിലേക്ക് ഏത് തീവ്രവാദികൾക്ക് നുഴഞ്ഞു കയറാം, നല്ല ആൾക്കാരൊക്കെ പുറത്തു പോവുകയും ചെയ്യും. And arachidonic acid causes inflammation and protection value 0. So that is why we can do this test. And what Zinzino says, we can bring you back into balance in 120 days. ഇത് നമുക്കൊരു 120 ദിവസം കൊണ്ട് ബാലൻസിലേക്ക് കൊണ്ടുവരാം. എങ്ങനെ കൊണ്ടുവരാം? So they have so many doctors. ഒരു Zinzino is a research and development company. നമുക്ക് എന്തെങ്കിലും ഒരു സപ്ലിമെന്റ് വെറുതെ തട്ടിക്കൂട്ടി കൊണ്ടുവരുന്നതല്ല. ഈ സ്ക്രീനിലുള്ള ആളുകളെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം ആൻഡ് യു ക്യാൻ ഫോളോ ദം. ഇവര് ലോക പ്രശസ്തരായിട്ടുള്ള ഈ മേഖലയിൽ വളരെ എക്സ്പേർട്സ് ആയിട്ടുള്ള സയന്റിസ്റ്റുകളാണ്, റിസർച്ചേഴ്സ് ആണ്. ഇവർ പ്രിപ്പയർ ചെയ്യുന്ന ചില സ്പെഷ്യൽ ഫോർമുലേഷൻസ് ആണ്. ഇത് ഫോർമുലേഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു മരുന്നോ അല്ലെങ്കിൽ ഒരു കെമിക്കൽ, ഒരു ഡ്രഗോ, ഒരു ഫാർമസ്യൂട്ടിക്കൽ കോമ്പിനേഷനോ അല്ല. ദിസ് ഇസ് ജസ്റ്റ് ഫുഡ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ നമ്മുടെ ശരീരത്തിലെ സൈന്യത്തിന്, അതായത് ഈ കോശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അതിന് വേണ്ട സാധനങ്ങൾ ഭക്ഷണത്തിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്ന EPA, DHA എന്ന് പറയുന്ന ഫാറ്റി ആസിഡ്സ്, അതുപോലെ തന്നെ പോളിഫിനോൾസ് വിച്ച് ആർ സ്ട്രോങ് ആന്റി ഓക്സിഡൻസ്, ആൻഡ് വിറ്റമിൻ ഇ, വിറ്റമിൻ ഡി പോലെ നാച്ചുറൽ ആയിട്ടുള്ള ഘടകങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആണിത്. നിങ്ങൾ ആകെ കൂടി ചെയ്യേണ്ട കാര്യത്രേ ഉള്ളൂ. ടേക്ക് എ സ്പൂൺ ഫുൾ ഓഫ് ദിസ് ഓയിൽ എവറി ഡേ. ഇത് കുട്ടികൾക്കും വീട്ടിലെ ആൾക്കാർക്കും പ്രായമുള്ളവർക്കും കൊടുക്കുക. ആൻഡ് യു വിൽ ബി താങ്ക്ഫുൾ ടു അസ്, ഐ പ്രോമിസ്. ഇതൊരു ഒമേഗ 3 സപ്ലിമെന്റ് അല്ല. ഒമേഗ 3 സപ്ലിമെന്റിന്റെ പ്രശ്നം, അതിന് OSI എന്ന് പറയും, സ്റ്റെബിലിറ്റി ഇൻഡെക്സ് ഇല്ല. നിങ്ങൾ ഒന്ന് ഈ വാല്യൂ, നമ്മൾ ഒരു സ്പൂൺ ഫുൾ ഓഫ് ഓയിൽ കഴിക്കുമ്പോൾ ലഭിക്കുന്ന EPA, DHA നമ്മുടെ ശരീരത്തിൽ കിട്ടണമെങ്കിൽ നമ്മൾ സപ്ലിമെന്റ് ഒരു 15, 20, 25 ഒക്കെ കഴിക്കണം. നമ്പർ 1. മാത്രമല്ല അതിന്റെ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഓക്സിഡൈസ്ഡ് ആവും നോർമൽ സപ്ലിമെന്റ്. അതുകൊണ്ട് തന്നെ ഇത് ബോഡി സെല്ലുലാർ അബ്സോർപ്ഷൻ നടക്കില്ല. പക്ഷേ വാട്ട് Zinzino ഈസ് ഡൂയിങ് ഇസ് ദാറ്റ് they blend this fish oil immediately, this after this extraction. ഇത് എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ immediately they blend this oil with polyphenols, അതായത് extra virgin olive oil, so that polyphenols protects this EPA and DHA. അതുകൊണ്ടാണ് ഇത് സ്റ്റേബിൾ ആവുന്നത് ആൻഡ് ഇത് ബോഡിയിൽ വർക്ക് ആവുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ ഒരു 18 or 20 ഒമേഗ 3 സപ്ലിമെന്റ് കഴിച്ചാൽ കിട്ടുന്ന അളവിലുള്ള EPA, DHA, ഇത് വളരെ പ്രധാനപ്പെട്ട ബയോ ആക്റ്റീവ് ഫോംസ് ഓഫ് ഒമേഗ 3 ആണ്. എന്തായാലും സയൻസിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല. കിട്ടുന്ന അളവിൽ നമുക്കൊരു സ്പൂൺ ഫുള്ള് കിട്ടും. അതോടൊപ്പം തന്നെ നമുക്ക് ശരീരത്തിന് ആവശ്യമായ 7, 9 പോളിഫിനോൾസ്, വിറ്റമിൻ ഡി, വിറ്റമിൻ ഇ പോലെയുള്ള ഘടകങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആണ്. സോ ദിസ് ഇസ് വാട്ട് യു ഹാവ് ടു ഡു. ജസ്റ്റ് ഡ്രിങ്ക് എ സ്പൂൺ ഫുൾ ഓഫ് ഓയിൽ എവറി ഡേ. ദിസ് ഇസ് ഹൈലി സർട്ടിഫൈഡ്. ഇത് വളരെ ഡോക്യുമെന്റഡ് ആണ്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തുമ്പോൾ ആ കമ്പനി എന്ത് പറയുന്നു, അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്ത് പറയുന്നു എന്നുള്ളതോ ഞാൻ എന്ത് പറയുന്നു, ഇതെല്ലാം നോക്കേണ്ടത്. സോ വാട്ട് സർട്ടിഫിക്കേഷൻസ്, വാട്ട് എൻഡോഴ്സ്മെന്റ്സ്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇത് എൻഡോഴ്സ് ചെയ്തിട്ടുള്ളത്, സർട്ടിഫിക്കേഷൻസ് എന്താ. അത്തരത്തിൽ നിങ്ങൾ നോക്കുക. ഇൻഫോംഡ് ചോയ്സ്, ഇൻഫോംഡ് സ്പോട്ട്, കൊളോണലിസ്റ്റ്, ഫ്രണ്ട് ഓഫ് ദ സീ, മറൈൻ കൗൺസിൽ, ഇങ്ങനെ തുടങ്ങി ലോകത്തിലെ ഏറ്റവും ക്വാളിറ്റി, അത് ഏറ്റവും പ്രീമിയം ക്വാളിറ്റി കൺട്രോൾ സർട്ടിഫിക്കേഷൻസിൽ വരുന്ന പ്രോഡക്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഏത് ഏജ് ഗ്രൂപ്പിലും, ഇത് 6 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ മുതൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾ, അവർ മെമ്മറി ഡെവലപ്പ് ചെയ്യുന്നതിന്, ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നതിന്, അതുപോലെ ഗർഭിണികൾ, ദയവായിട്ട് ഇതൊരു മെറ്റേണിറ്റി
പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷനാണ്. നിങ്ങളുടെ ആരെങ്കിലും ഫാമിലിയിൽ കൺസീവ് ചെയ്യുന്നതിന് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ആസ്ക് ദം ടു സ്റ്റാർട്ട് ദിസ് ഓയിൽ, ദയവായി. ബിക്കോസ് ദേ നീഡ് ടു മെയിൻറ്റെയിൻ ദിസ് ഫാറ്റി ആസിഡ്സ് ഇൻ ദയർ ബ്ലഡ്. കാര്യം ആ കുഞ്ഞുങ്ങൾ വളരണമെങ്കിൽ ആവശ്യമായിട്ടുള്ള ബ്രെയിൻ ഡെവലപ്പ് ചെയ്യണമെങ്കിലും ഹാർട്ട് ഡെവലപ്പ് ചെയ്യണമെങ്കിലും ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു എസെൻഷ്യൽ ന്യൂട്രിയന്റ് ആണ്. ഇത് നമ്മുടെ ഭക്ഷണത്തിൽ കിട്ടണില്ല, അതാണ് പ്രശ്നം. അത്ര വലിയ അളവിൽ ഇപ്പൊ നമുക്ക് ഫിഷോ ഒക്കെ കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ. 100, 200, 300 ഈ പറയുന്ന മത്തി ഓയിലോ ഒന്നും വാങ്ങിച്ചു കഴിയോ? ഒന്നാമത്തെ കാര്യം ഇപ്പൊ മീനിനകത്ത് തന്നെ നമുക്ക് കിട്ടുന്നത് മുഴുവൻ ലെഡും മെർക്കുറിയും ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങളും പ്ലാസ്റ്റിക് ഒക്കെയാണ്. വി ആർ നോട്ട് ഗെറ്റിംഗ് ഇനഫ് ഗുഡ് ക്വാളിറ്റി ഫാറ്റ്. കാര്യം അത്രമാത്രം അത് പൊല്യൂട്ടഡ് ആയി. അവിടെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള സ്പെഷ്യൽ പ്രിപ്പറേഷൻസിന്റെ ആവശ്യം. അതുപോലെ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള പ്രായമുള്ള ആൾക്കാർക്ക് ഒക്കെ ഇത് വേണം. Now, ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇതും ഞാൻ പറയുന്നതോ കമ്പനി പറയുന്നതല്ല. യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റി 18ഓളം ഹെൽത്ത് ക്ലെയിംസ്, അതായത് ബ്രെയിൻ ഫംഗ്ഷനെ നോർമൽ ആക്കുന്നു. ഇത് പറയുന്നത് യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയാണ്. എൻ്റെ യൂറോപ്പിനെ പ്രതിനിധീകരിച്ചുള്ള റെഗുലേറ്ററി സംവിധാനമാണ്. അതുപോലെ ഹാർട്ട് ഫംഗ്ഷൻ, ഇമ്മ്യൂൺ ഫംഗ്ഷൻ, വിഷൻ നോർമൽ ആക്കുന്നു, നോർമൽ ബ്രെയിൻ ഡെവലപ്മെന്റ് ഓഫ് ദ ഫീറ്റസ് ആൻഡ് ബ്രസ്റ്റ് ഫെഡ് ഇൻഫാന്റ്സ്, ബ്ലഡ് പ്രഷർ നോർമൽ ആക്കുന്നു, ട്രൈഗ്ലിസറൈഡ്സ്, അതുപോലെ കൊളസ്ട്രോൾ ലെവൽസ്. നമ്മൾ മനസ്സിലാക്കേണ്ടതും അത് തന്നെയാണ്. യു ഫിക്സ് യുവർ EPA, DHA, index, omega-3 index, and omega-6 to omega-3 ratio, and cell membrane fluidity. ഇത് കറക്റ്റ് ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ട്രൈഗ്ലിസറൈഡ്സ്, അതുപോലെ തന്നെ കൊളസ്ട്രോൾ ലെവൽസ്, ബ്ലഡ് പ്രഷർ, ഇതെല്ലാം പതിയെ പതിയെ നോർമലിലേക്ക് വരുന്നത് കാണാൻ പറ്റും. സോ ദാറ്റ് ഈസ് വാട്ട് മൈ എക്സ്പീരിയൻസ് ആഫ്റ്റർ 1 year. ഐ ഹാവ് സീൻ ലോട്ട് ഓഫ് പീപ്പിൾ. അവർ മരുന്ന് നിർത്തുന്നു, ദെൻ ദേ ആർ നോർമൽ നൗ. ആൻഡ് അതിനൊക്കെ പുറമെ തന്നെ 4 മാസം നമ്മൾ ഈ ഓയിൽ കഴിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ റീടെസ്റ്റ്, ആസ് ഐ സെഡ് യു ബിഫോർ. സോ യു മെഷർ ഫസ്റ്റ്, ദെൻ യു കറക്റ്റ്, ദെൻ യു റീടെസ്റ്റ്. ദാറ്റ്സ് ഹൗ യു വെരിഫൈ. അങ്ങനെയാണ് നമ്മൾ ഇത് വെരിഫൈ ചെയ്യുക. നമ്മൾ ബാലൻസ്ഡ് ആയി. ആൻഡ് 4 months ടൈം ഒരു 95% ആളുകളും ഇത് ബാലൻസിലേക്ക് വന്നിട്ടുണ്ടാവും. അത് നമ്മൾ പറയുന്നതല്ല, യു ക്യാൻ ടെസ്റ്റ്. ആൻഡ് നോ അതർ പ്രോഗ്രാം ഇൻ അവർ കൺട്രി. നമ്മുടെ രാജ്യത്തിൽ ഇങ്ങനെ 4 മാസം കൊണ്ട് ഇത് ബാലൻസിലേക്ക് വരും എന്നൊരു ടെസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഇല്ല. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം, ആൻഡ് ദർ ഇസ് നോ അതർ കമ്പനി. ഇറ്റ്സ് എ വേക്കന്റ് സ്പേസ് എക്സെപ്റ്റ് സിൻസിനോ എന്ന് പറഞ്ഞ സിൻസിനോക്ക് ആ കാര്യത്തിൽ കോമ്പറ്റീഷനും ഇല്ല എന്നർത്ഥം. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ദിസ് പ്രൂഫ്. ഞാൻ നേരത്തെ കാണിച്ച സയന്റിസ്റ്റിന്റെ അദ്ദേഹത്തിന്റെ സെക്കൻഡ് ടെസ്റ്റ് ആണ്. 5 മാസം അദ്ദേഹം ഓയിൽ എടുത്തു. അതിനുശേഷം സെക്കൻഡ് ടെസ്റ്റിൽ the ratio came back to 3.5:1. Protection value increased, and now it is 64%. Omega-3 index is 6. ഇനിയും ഇംപ്രൂവ് ആവേണ്ടതുണ്ട്. കാര്യം it should be above 8%. അത് 6%-ൽ വന്നു. മെന്റൽ സ്ട്രെങ്ത് മോഡറേറ്റിലേക്ക് വന്നു. സെൽ മെമ്പറൈൻ ഫ്ലൂയിഡിറ്റി ഇംപ്രൂവ്ഡ് ആയി. അറാക്കിഡോണിക് ആസിഡ് നോർമൽ, ബാലൻസ്ഡ്, ഓപ്റ്റിമം ആയി. സോ ദിസ് ഇസ് വാട്ട് ടെസ്റ്റ് ബേസ്ഡ്. So this is the first step to feel good, stay fit, and be healthy. You fix this. Because that's how we have been designed. Then, Zinzino has got a lot of brand ambassadors. Almost all the sports professionals, celebrities out there in Europe, they all consume. They all brand ambassadors. Why? Because they get free complimentary products. That's how it's a lot of brand ambassadors. നമ്മുടെ നാട്ടിലെ പോലെ പരസ്യത്തിൽ വന്ന് ഞാനത് അതാണ് ഇതാണ് ആ പരിപാടിയല്ല. They all get so you can see that, you can research, you can do your research. Okay, then this company, as I told you, from Sweden, Scandinavia, and the products are formulations are getting prepared in countries like Iceland, Norway, അങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് all these are getting imported to our country. ഇവിടുന്ന് അത് പാക്കേജ് ചെയ്തിട്ടാണ് നമുക്ക് വരുന്നത്. എല്ലാം ഹയസ്റ്റ് ക്വാളിറ്റി കെയറിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് ദിസ് കമ്പനി ഈസ് എ നാസ്ഡാക്ക് ലിസ്റ്റഡ് കമ്പനി. നമുക്കറിയാം, ഒരു കമ്പനി ലിസ്റ്റഡ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു കമ്പനിയുടെ സൈസ് എന്താണ്, ആ കമ്പനിയുടെ ഒരു ക്ലാസ് എന്താണ് എന്നത് നമുക്കറിയാൻ സാധിക്കും. ആൻഡ് ദിസ് കമ്പനി ഈസ് ഗ്രോവിംഗ് വിത്ത് 2-digit strong financial compounding annual growth rate, and member of many numerous institutions, and they have delivery operations in more than 100 countries. 100-ലധികം രാജ്യങ്ങളിൽ ഇപ്പോൾ ഡെലിവറി ഓപ്പറേഷൻസ് ഉണ്ട്. ആൻഡ് ഇൻ ഇന്ത്യ they started as അവരുടെ ഒരു ചാരിറ്റി ഫൗണ്ടേഷനുമായിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. അങ്ങനെയാണ് ഇന്ത്യയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Now they sponsor almost 2,500 school children in North India. So you can research about this company. There is an app. നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ
what do you call that? Google Apple Play Store അല്ലെങ്കിൽ ഗൂഗിൾ ആപ്ലിക്കേഷൻ എടുക്കുന്ന ആ സോഫ്റ്റ്വെയറിലൊക്കെ കയറി കഴിഞ്ഞാൽ യു ക്യാൻ ഡൗൺലോഡ് വൺ ആപ്ലിക്കേഷൻ കോൾഡ് BFH, ബിസിനസ് ഫോർ ഹോം. അതിൽ നിങ്ങൾ ഓരോ കമ്പനികൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കമ്പനികളുടെ ഡീറ്റെയിൽസ് അറിയാം. ദെൻ യു ചെക്ക് സിൻസിനോ. ഇറ്റ്സ് എ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ. അതിനകത്ത് എല്ലാ സ്റ്റാറ്റസും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ആൻഡ് യു വിൽ അണ്ടർസ്റ്റാൻഡ് വേർ സിൻസിനോ സ്റ്റാൻഡ്സ്. ഓക്കെ. അപ്പൊ സോ ഓപ്പണിങ്ങിൽ ഞാൻ പറഞ്ഞ ഒരു ഫാമിലി, ഇപ്പൊ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്കറിയില്ല ഇതൊക്കെ വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. സോ വി ആർ ഗോയിങ് ഫ്രം ഗസ് ബേസ്ഡ് ടു എ ടെസ്റ്റ് ബേസ്ഡ് ന്യൂട്രീഷൻ ആൻഡ് ഇറ്റ്സ് എ ഗ്ലോബൽ മെഗാ ട്രെൻഡ്. ഒരുപാട് ആൾക്കാർ ഇന്ന് omega-3 മാർക്കറ്റ് എന്നൊക്കെ പറയുന്നത് വലിയ മാർക്കറ്റാണ്. 12 ബില്യൺ ഒക്കെയാണ് അതിന്റെ മാർക്കറ്റ് സൈസ്. അതുപോലെ തന്നെ ഒരുപാട് വിറ്റമിൻസ് സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കുന്ന ബില്യൺസ് ഓഫ് ആൾക്കാരുണ്ട്. പല ആൾക്കാരും പലതരത്തിലുള്ള ഡയറ്റുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതൊക്കെ വർക്ക് ആവുന്നുണ്ടോ ഇല്ലയെന്ന് അറിയണമെന്നുണ്ട്, പക്ഷെ ഇതൊക്കെ സിംറ്റംസ് വരുമ്പോൾ മാത്രമേ അറിയുന്നുള്ളൂ. സോ വി ഡോണ്ട് വാണ്ട് ടു വെയിറ്റ് ടു ഹാവ് സം സിംറ്റംസ് ഓവർ ഹിയർ. സിംറ്റംസിലേക്കൊക്കെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗിയായി എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ഈ ടെസ്റ്റ് വളരെ പ്രധാനപ്പെട്ടത്. യു ക്യാൻ ടെസ്റ്റ് ആൻഡ് ദ തിങ് ഈസ് ദാറ്റ് 97% പീപ്പിൾ ഫെയിൽ ദ ഫസ്റ്റ് ബാലൻസ് ടെസ്റ്റ്. നിങ്ങൾ കറക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ബാലൻസ് ടെസ്റ്റിൽ നിങ്ങൾ റേഷ്യോ നോർമൽ ആണെങ്കിൽ സിൻസിനോ വിൽ പേ യു ദി എമൗണ്ട് ബാക്ക്. ആ എമൗണ്ട് നമുക്ക് തിരികെ തരും. ഓക്കെ. സോ നൗ ലെറ്റ് മീ ഷെയർ ദിസ് ബിഫോർ കൺക്ലൂഡിങ്. ഞാൻ ഓപ്പണിങ്ങിൽ പറഞ്ഞ ഫാമിലിയെ പറ്റി ഒന്നുകൂടി പറയാം. അവരോട് ഇത് ആരെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ, ഈ ഒരു സെല്ലുലാർ ലെവൽ സ്റ്റോറി വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് ഇത് എത്തിച്ചു കൊടുത്തിരുന്നെങ്കിൽ, ഒരു പക്ഷേ ആ ഒരു ക്ലൈമാക്സ് ഡിഫറെന്റ് ആയേനെ. ശരി കേട്ടോ? സോ റിമെമ്പർ, health is not luck. Health is not insurance. Health is not hospital. Health is awareness plus responsibility. And it starts with you. Thank you. Now, we have our guest speaker today. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഡോക്ടർ കമറുദ്ദീൻ സാർ നമ്മോടൊപ്പമുണ്ട്. ഞാനിപ്പോൾ സംസാരിച്ചത് സെല്ലുലാർ ഹെൽത്തിനെ കുറിച്ചാണെങ്കിൽ, ശരീരത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു മെക്കാനിസത്തെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. സോ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഓവർ ടു യു ഡോക്ടർ. താങ്ക് യു മിസ്റ്റർ ഷായ്. ഇത് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഷെയർ ചെയ്തോ. ഓക്കെ, കാണുന്നുണ്ടല്ലോ? ഇല്ല. ഷെയർ ചെയ്യുന്നത് കാണുന്നില്ല? ഇല്ല, വന്നിട്ടില്ല ഡോക്ടർ. അയ്യോ, ഞാൻ കോപ്പി ചെയ്ത് തരട്ടെ. വാട്സാപ്പിലോ മെയിലിലോ സാർ ഇട്ടോളൂ. ഹലോ, ഇതിലിട്ടെ, ചാറ്റിലിട്ടെ. ചാറ്റിലിട്ട് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചാറ്റിലിട്ടോളൂ. ഐ ഡോണ്ട് നോ വെദർ ഐ ക്യാൻ. ഞാൻ നോക്കട്ടെ. ഓപ്പണായോ? യെസ്. ഓപ്പണായോ? യെസ്. കാണാവോ? ഓക്കെ. യെസ്. സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദി ഗട്ട് ഹെൽത്ത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു പ്രോഡക്റ്റ് അൺവെയിൽ ചെയ്തിരുന്നു. അത് സിനോബയോട്ടിക് എന്ന് പറഞ്ഞ ഒരു പ്രീബയോട്ടിക് ഫൈബേഴ്സ് ആണ്. അപ്പൊ അത് മോസ്റ്റ് പ്രോബബ്ലി നെക്സ്റ്റ് വീക്കിലേക്ക് നമ്മുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുമെന്നാണ് നമ്മുടെ മാനേജ്മെന്റ് ടീം പറഞ്ഞേക്കുന്നത്. അപ്പൊ ലെറ്റ്സ് ടോക്ക് അബൌട്ട് സംതിങ്, എ ഷോർട്ട് സ്റ്റോറി അബൌട്ട് ദ ഗട്ട് ഹെൽത്ത്. അപ്പൊ നമുക്ക് ഗട്ട് ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം 10-20 വർഷമായിട്ട്
ലോകം മുഴുവനും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ ഒരു സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത് ഗട്ടാണ്. അപ്പൊ ഗട്ടിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻസും നമ്മുടെ ബ്രെയിനിലേക്കും കിഡ്നി, ലിവർ, ബാക്കി എല്ലാ ഓർഗാൻസിലേക്കും ഈ ബാക്ടീരിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണ്ടുപിടുത്തം. അത് പല സിഗ്നൽസ് വഴി, പല ഹോർമോൺസ് വഴി, എൻസൈംസ് വഴി ഈ മെറ്റബോളൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഈ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡ് പാർട്ടിക്കിൾസിൽ നിന്ന്, അതിൽ നിന്നാണ് സിഗ്നൽസ് പലതിലേക്കും പോകുന്നത്. അപ്പൊ ഇതെങ്ങനെ നമ്മൾ ഗട്ട് മൈക്രോബിലേക്ക് എങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമ്മളിപ്പം നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിനകത്ത് നമുക്ക് ഡയറ്ററി, ഫസ്റ്റ് സ്ലൈഡ്, ഓക്കെ. സോ ഇതിനകത്ത് വരുന്നത് പ്ലാന്റ് ഫുഡ്സ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നുണ്ട്. നമ്മൾ ഈ ഡയറ്ററി ഫൈബേഴ്സിന്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്ന, ഇപ്പം പുറത്തേക്ക് വരാൻ പോകുന്ന ഈ സിനോബയോട്ടിക്കിലെ മെയിൻ കമ്പോണൻസ് മുഴുവനും പ്ലാന്റ്സിൽ നിന്നുള്ള ഡെറിവേറ്റീവ്സ് ആണ്. അതായത് പ്ലാന്റ്സിൽ നിന്ന് എടുക്കുന്ന തൗസൻഡ്സ് ഓഫ് സ്ലീപ്പിംഗ് കോമ്പൗണ്ട്സ് എന്ന് പറയും. അതിനകത്ത് കാണുന്ന കോമ്പൗണ്ട്സ് എങ്ങനെ നമ്മുടെ ബോഡിയിലെ, നമ്മുടെ ഇൻഡസ്റ്റൈനിലെ മൈക്രോബയം എന്ന് പറയുന്ന ബാക്ടീരിയ എങ്ങനെ അത് കൺസ്യൂം ചെയ്യുന്നു, എങ്ങനെ അത് മെറ്റബോളൈസ് ചെയ്യുന്നു, എങ്ങനെ അത് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് എന്നും പറഞ്ഞ് അതിനകത്ത് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റബോളൈറ്റ്സ് എങ്ങനെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇസ് നമുക്ക് ഇതിനകത്ത് so the aging you want tomorrow begins with the choices you make today. അതായത് നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് 50 വയസ്സിൽ വരണമെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിങ് ഇറ്റ് വുഡ് ബി ഇൻ ഏജ് ഓഫ് 20 to 30. അതുപോലെ തന്നെ ആൽസൈമേഴ്സ് ഡിസീസസ്, അതായത് ക്രോണിക്കലി ഡിസീസസ്, പ്രോഗ്രസിങ് ഡിസീസസ് എന്ന് പറയും. അതിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് 40 വയസ്സിലായിരിക്കും 70 വയസ്സിൽ വരുന്നവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് ലോസ് ഓഫ് മോർട്ടിലിറ്റി എന്ന് പറയുന്നത്. അത് 80 വയസ്സിൽ നമുക്ക് നടക്കാൻ പറ്റാത്ത മസിൽ ലോസ് വരുമ്പോൾ അത് 30 വയസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റഡി അനുസരിച്ച് 30 വയസ്സ് കഴിയുമ്പോൾ ഓരോ ആൾക്കാരിലും 3 to 8% മസിൽ ലോസ് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ മസില് 3 തൊട്ട് 8% വരെ ഓരോ 10 വർഷം കൂടുമ്പോഴും ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 30, 40, 50 വയസ്സ് വരെ എത്തിക്കഴിഞ്ഞാൽ ഇതിന്റെ പ്രോഗ്രഷൻ കൂടും. അതായത് ഇതിന്റെ ഫാസ്റ്റ് ലോസ് ഓഫ് മസിലാണ് നമുക്ക് സംഭവിക്കുന്നത്. അപ്പൊ ഇത് പല ഘട്ടങ്ങളിൽ നമ്മൾ കൺട്രോൾ ചെയ്ത്, നമ്മൾ മസിൽ സ്ട്രെങ്തൻ ചെയ്ത്, കറക്റ്റ് ബോഡി ഫാറ്റ് മെയിൻറ്റെയിൻ ചെയ്ത്, ഫുഡ് കൺട്രോൾ ചെയ്ത്, സ്ലീപ്പ് കൺട്രോൾ ചെയ്ത്, നമ്മൾ സ്ട്രെസ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നമ്മൾക്ക് ഈ സംഭവിക്കാൻ പോകുന്ന ഓരോ ഏജിലും സംഭവിക്കാൻ പോകുന്ന ഓരോ ഇൻസിഡൻസും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അത് പല രീതിയിൽ ന്യൂട്രീഷൻ ആണെങ്കിലും സ്ലീപ്പ് ആണെങ്കിലും പ്രോപ്പർ സ്ട്രെസ് കൺട്രോൾ ആണെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ഗട്ട് മൈക്രോബയോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനകത്ത് ട്രില്യൻസ് ഓഫ് മൈക്രോബ്സ് എല്ലാവർക്കും അറിയാം. അതിനകത്ത് ട്രില്യൻസ് ഓഫ് ബാക്ടീരിയ ഉള്ളതാണ്. അതിനകത്ത് നല്ല ബാക്ടീരിയ ഉണ്ട്, ചീത്ത ബാക്ടീരിയ ഉണ്ട്. ഇതിനകത്ത് നമ്മുടെ ആമാശയത്തിലെ എക്കോസിസ്റ്റത്തിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തൊട്ട് നമ്മൾ എങ്ങനെ ഇത് മെറ്റബോളൈസ് ചെയ്ത് ഡൈജസ്റ്റ് ചെയ്ത് നമ്മുടെ ബോഡിയിലേക്ക് ന്യൂട്രീഷ്യൻസ് ആയിട്ട് ഓരോ സെല്ലിലേക്കും എത്തുന്നത് എങ്ങനെയാണെന്നുള്ള ഓരോ പ്രോസസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ മലയാളി ഫുഡ് എന്ന് പറയുമ്പോൾ, അതായത് ഇന്ത്യയിലെ മോസ്റ്റ് കോമൺലി ഫുഡ് ഇസ് ബേസിക്കലി കാർബോഹൈഡ്രേറ്റ് റിച്ച്. അതായത് വീറ്റ് ആണെങ്കിലും, നോർത്ത് ഇന്ത്യയിൽ വീറ്റ് ആണെങ്കിലും സൗത്ത് ഇന്ത്യയിൽ റൈസ് ആണ് കൂടുതലും നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. അപ്പൊ റൈസ് കൺസ്യൂം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ഇൻസുലിൻ സ്പൈക്ക് ആണ് കൂടുതലും ഉണ്ടാവുന്നത്. അത് പ്രത്യേകിച്ച് ഡയബറ്റീസിലാണെങ്കിൽ അതൊരു ഫസ്റ്റ് കൺസ്യൂം ചെയ്ത് ഒരു 30 to 45 മിനിറ്റ്സിനുള്ളിൽ ഇൻസ്റ്റന്റ് ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാവും. അത് നമ്മുടെ
ബോഡിയിലെ എല്ലാ മൈക്രോബ്സും അത് എങ്ങനെ കൺസ്യൂം ചെയ്യും. അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഗ്ലൂക്കോസ് അല്ല അവർക്ക് വേണ്ടത്, ദേ വാണ്ട് ഫൈബർ. ബിക്കോസ് നല്ല ബാക്ടീരിയക്ക് വേണ്ട സാധനം എന്ന് പറയുന്നത് ഡയറ്ററി ഫൈബേഴ്സ് ആണ്. അതിൽ 90% സെറട്ടോണിൻ, അതായത് ഹാപ്പി ഹോർമോൺസ് എന്ന് പറയും. ഹാപ്പി ഹോർമോൺസ് ആണ് നമ്മുടെ മൂഡും സ്ട്രെസ്സും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 90% നമ്മുടെ ഗട്ടിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഈ മെറ്റബോളൈറ്റ്സ് എന്ന് പറയാം, അതായത് ബാക്ടീരിയ നമ്മൾ കൊടുക്കുന്ന ഡയറ്ററി ഫൈബറിൽ നമ്മൾ ആക്ട് ചെയ്ത് അതിനകത്തുനിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈ പ്രോഡക്ട്സ് ആണ്. 3 ബൈ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും നമ്മൾ കൊടുക്കുന്ന ഡയറ്ററി ഫൈബേഴ്സിൽ. അതായത് ഒന്ന് അസിറ്റേറ്റ്, ഒന്ന് പ്രൊപ്യോണേറ്റ്, ഒന്ന് ബ്യൂട്രേറ്റ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മോളിക്യൂൾ എന്ന് പറയുന്നത് ബ്യൂട്രേറ്റ് ആണ്. അത് നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത സ്ലൈഡ്. അപ്പൊ എന്താണ് ഈ ഡയറ്ററി ഫൈബർ? അതായത് സിനോബയോട്ടിക്കിന്റെ ഒരു കമ്പോണന്റ് ജനറലൈസ് ചെയ്ത് പറയുന്നതാണ് ഡയറ്ററി ഫൈബർ എന്ന് പറയുന്നത്. ആ ഡയറ്ററി ഫൈബർ 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് സോലുബിൾ ഫൈബറും ഉണ്ട്, ഇൻസോലുബിൾ ഫൈബേഴ്സും ഉണ്ട്. അപ്പൊ ഈ ഡയറ്ററി ഫൈബർ കോമൺലി അതൊരു പ്ലാന്റ് ബേസ്ഡ് കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ഈ നോർമലി നമ്മുടെ ബോഡിയിൽ പല സ്റ്റേജസിൽ ഇത് ഡൈജസ്റ്റഡ് ആവും. ഒന്ന് വന്ന് നമ്മുടെ സ്റ്റാർട്ടിങ് ഫ്രം ദ മൗത്ത് ടു ദ സ്റ്റൊമക് ടു ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ടു ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ. അതായത് വയറ് കഴിഞ്ഞ് ചെറിയ കുടൽ വൻകുടലിലേക്ക് പോകും. അപ്പോൾ ഇതിനകത്ത് 2 ടൈപ്പ് ഓഫ് സ്റ്റാർച്ച് എന്ന് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് റെസിസ്റ്റൻസ് സ്റ്റാർച്ച് എന്ന് പറയുന്ന ഒരു സാധനം. അപ്പൊ ഇതിനകത്ത് ഫൈബറിന് ഈ 2 ഫൈബർ, സോലബിൾ ഫൈബറും ഇൻസോലബിൾ ഫൈബേഴ്സും ഉണ്ട്. ഈ ഫൈബേഴ്സ് രണ്ടും, സോലബിൾ ഫൈബർ എന്ന് പറയുന്നത് സാധാരണ വെള്ളത്തിൽ അലിഞ്ഞ് അത് ജെല്ല് ഫോം പോലെ ആകും. എന്നിട്ട് അതെന്ത് ചെയ്യും? അത് ഡൈജഷന് ഹെൽപ്പ് ചെയ്യും. അതിന്റെ നമ്മുടെ ഗ്ലൂക്കോസ് സ്പൈക്കും കൊളസ്ട്രോൾ ലെവലും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കും. രണ്ടാമത് വരുന്നതാണ് ഇൻസോലബിൾ ഫൈബർ. അത് ഇൻസോലബിൾ ഫൈബർ എന്ന് പറയുന്നത് വെള്ളത്തിൽ അലിയില്ല. അത് വളരെ ഫൈബർ കണ്ടന്റ്, വളരെ നാര് പോലെ അതിനകത്ത് ഉണ്ടാകും. അത് കൂടുതലും നമ്മുടെ സ്റ്റൂളിന്റെ ബൾക്ക് ക്വാണ്ടിറ്റി ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? നമ്മുടെ വയറ്റിൽ നിന്നുള്ള സാധാരണ മോഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പോകാനായിട്ട് അത് സഹായിക്കും. അതും ശരിക്കും പറഞ്ഞാൽ കോൺസ്റ്റിപ്പേഷനെ പ്രിവെന്റ് ചെയ്യും. അതിലൊരു വൺ ഓഫ് ദ കീ ഫാക്ടർ എന്ന് പറയുന്നത് സൈലം ഹസ്ക് എന്ന് പറഞ്ഞ ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. സോ അടുത്ത സ്ലൈഡ് എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഗട്ട് ബാക്ടീരിയയുടെ മെയിൻ ഫുഡ് സോഴ്സ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് ഡയറ്ററി ഫൈബർ തന്നെയാണ്. അത് ഇതിനെ പല രീതിയിൽ കൺവേർട്ടഡ് ആകും. ദാറ്റ് ഈസ് ദ ഫ്യൂവൽ ഫോർ ദ മൈക്രോബയോം. സോ വാട്ട് ഈസ് സിനോബയോട്ടിക്? സോ സിനോബയോട്ടിക്, നമ്മൾ ഡയറ്ററി ഫൈബറിനെ കുറിച്ച് വളരെ ഷോർട്ടായിട്ട് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു. സിനോബയോട്ടിക് എന്ന് പറയുന്നത് ഒരു ബ്ലെൻഡ് ഓഫ് ഡയറ്ററി ഫൈബേഴ്സ് ആണ്. അതിനകത്തൊരു 6 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് സ്റ്റാർച്ച് എന്ന് പറയുന്ന മെയിൻ ഇൻഗ്രീഡിയന്റ്. അതിനകത്ത് ഏറ്റവും കീ ഇൻഗ്രീഡിയന്റും ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നതും റെസിസ്റ്റൻസ് സ്റ്റാർച്ചാണ്. രണ്ടാമത് വരുന്നത് ഇനുലിൻ, മൂന്നാമത് ഫ്രക്ടോ ഒലിഗോസാക്കറൈഡ്സ്, നാലാമത് വരുന്നത് സൈലം ഹസ്ക്, അഞ്ചാമത് വരുന്ന ബീറ്റാ ഗ്ലൂക്കൻസ്, ഓട്സിൽ നിന്ന് എടുക്കുന്ന ബീറ്റാ ഗ്ലൂക്കൻസ്. ഇതെല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസിൽ നിന്ന് എടുക്കുന്ന എക്സ്ട്രാക്റ്റ് ആണ്. ഇത് നമ്മൾ ഡയറക്ട്ലി നമ്മുടെ ഗട്ട് ബാക്ടീരിയക്ക് കൊടുക്കുന്ന ഫുഡാണ്, ഫ്യൂവലാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന കീ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് സ്റ്റാർച്ച് ആണ്. ഈ റെസിസ്റ്റൻസ് സ്റ്റാർച്ച് എന്ന് പറയുന്നത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇറ്റ് ഗോസ് ടു ദ ബോഡി. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് നേരെ പല രീതിയിൽ, ഞാൻ പറഞ്ഞല്ലോ, ഡൈജഷൻ നടക്കുന്നു പല ലെവലിലായിട്ട്. അത് നമ്മുടെ സ്റ്റൊമക്കിലേക്ക് പോകും, സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോകും, വൻകുടലിലേക്ക് പോകും. ഈ റെസിസ്റ്റൻസ് സ്റ്റാർച്ച് എന്ന് പറയുന്നത് നമ്മൾ ഈ 3 ബാരിയേഴ്സും കടന്ന് ഇതിനെ എല്ലാം ബൈപ്പാസ് ചെയ്ത് നേരെ ഡയറക്ട്ലി ഇറ്റ് ഗോസ് ടു ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഈ വൻകുടലിലെ ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ട്രില്യൻസ് ഓഫ് ബാക്ടീരിയ, ഗട്ട് ബാക്ടീരിയ, അതായത് ബെനിഫിഷ്യൽ ബാക്ടീരിയ ഉണ്ടാകുന്നത്. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ
അതിനെയാണ് ഈ റെസിസ്റ്റൻസ് സ്റ്റാർച്ച് എന്ന് പറയുന്നത്. ഈ റെസിസ്റ്റൻസ് സ്റ്റാർച്ച് ചെന്നിട്ട് ഇതിനെ ഫീഡ് ചെയ്യും, ഇതിനകത്ത് ഫെർമെന്റ് ചെയ്ത് ഈ ബാക്ടീരിയ എല്ലാം കൂടെ ഇതിനകത്ത് കഴിച്ച് നമ്മൾ അപ്പത്തിന് ആട്ടുന്ന മാവ് പുളിക്കുന്ന പോലെ ഇത് പുളിക്കും. പുളിച്ചു കഴിഞ്ഞ് ഇതിനകത്തുനിന്ന് 3 ഇൻഗ്രീഡിയന്റ്, ഞാൻ പറഞ്ഞ പോലെ 3 ഇൻഗ്രീഡിയന്റ് ഡെവലപ്പ് ചെയ്യും. അതായത് ഈ 3 ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ഡെവലപ്പ് ചെയ്യും. ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ആണ് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് വയറിൽ നിന്ന് നേരെ ബ്ലഡിലേക്ക് കടന്ന് നമ്മുടെ ബ്ലഡ് കൊളസ്ട്രോളും നമ്മുടെ ഇൻസുലിൻ സ്പൈക്കും അതുപോലെ തന്നെ നമ്മുടെ ഗട്ട് ലൈനിങ് എല്ലാം വളരെ സ്മൂത്ത് ആക്കി പ്രൊട്ടക്റ്റഡ് ആക്കി ബാക്കിയുള്ള ലീക്കി ഗട്ട്സ്, അതായത് നമ്മുടെ ഇൻഫ്ലെയിംഡ് ഗട്ട്സിൽ നിന്നും ഇൻഫ്ലമേഷനെയൊക്കെ പ്രിവെന്റ് ചെയ്യുന്ന ഇതുകൊണ്ടാണ്. അതുകൂടാണ്ട് തന്നെ ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് നമ്മൾ കൊച്ചുകുട്ടികൾ, നമ്മൾ സാധാരണ കേരളത്തിൽ ഫസ്റ്റ് ഫീഡ് എന്ന് പറയുന്നത് ഏത്തക്കായുടെ പൊടിയായിരിക്കും കൊടുക്കുന്നത് 6 months കഴിയുമ്പോൾ. അതെന്തിനു കൊടുക്കുന്നു എന്ന് വെച്ചാൽ അതിനകത്ത് റെസിസ്റ്റൻസ് സ്റ്റാർച്ച് കൂടുതലുണ്ട്. അതായത് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിന്റെ ഒരു ഫോർമേഷൻ. അത് നമ്മുടെ ഈ കൊച്ചുകുട്ടികളുടെ ഗട്ട് ലൈനിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അതിന്റെ ഡെവലപ്മെന്റിനെ സഹായിക്കുന്ന ഒന്നാണ് ഈ റെസിസ്റ്റൻസ് സ്റ്റാർച്ച്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് സ്റ്റാർച്ച് കൊടുക്കുന്നത്. അപ്പൊ ഈ സിനോബയോട്ടിക്കിനകത്തുള്ള ഈ റെസിസ്റ്റൻസ് സ്റ്റാർച്ച് 3 ഇൻഗ്രീഡിയന്റ് നിന്നാണ് എടുക്കുന്നത്. ഒന്ന് കോൺ സ്റ്റാർച്ചിൽ നിന്ന് എടുക്കും, പിന്നെ ഒന്ന് പൊട്ടാറ്റോസ് ഉരുളക്കിഴങ്ങിൽ നിന്ന് എടുക്കും, മൂന്നാമത് നമ്മുടെ പച്ച ഏത്തക്കായ എന്ന് എടുക്കും. അത് കൂടുതലും ഇന്ത്യയിൽ നിന്നാണ് ഇൻഗ്രീഡിയൻസ് എല്ലാം പോകുന്നത്. ഇതിൽ സൈലം ഹസ്ക് എന്ന് പറഞ്ഞ ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് വേൾഡിലെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആണ്. ഇന്ത്യയാണ് ഏറ്റവും ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് സൈലം ഹസ്ക് ഇൻ ദ വേൾഡ്. അവരാണ് ഗ്ലോബൽ പ്രൊവൈഡേഴ്സ് ഓഫ് സൈലം ഹസ്ക്. അത് നമ്മളിപ്പം മാർക്കറ്റിൽ ഇറങ്ങുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇസബ്ബോൾ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ്, മെയിൻലി യൂസിങ് ഫോർ കോൺസ്റ്റിപ്പേഷൻ. അത് നമുക്ക് കൂടുതലും കിട്ടുന്നത് സൈലം ഹസ്കിൽ നിന്നാണ്. രണ്ടാമത് വരുന്നതാണ് നമ്മുടെ ഈ ഏത്തക്കായ എന്ന് വരുന്ന റെസിസ്റ്റൻസ് സ്റ്റാർച്ച്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് സ്റ്റാർച്ച് നമ്മൾ നേരെ വയറിലേക്ക് പോകും. അത് കഴിഞ്ഞ് നമ്മൾ ഇതിനകത്തുനിന്ന് ഈ വരുന്ന ഇതെല്ലാം മെറ്റബോളൈറ്റ്സ് എല്ലാം റിലീസ് ചെയ്യും. അപ്പം നെക്സ്റ്റ് സ്ലൈഡ്. ഇതിനകത്ത് പറഞ്ഞല്ലോ പ്രോസസ്സ് എങ്ങനെയാണ് വരുന്നത്. ഫൈബർ വരുന്നു, ബാക്ടീരിയൽ ഫെർമെന്റേഷൻ നടക്കുന്നു, അതിനകത്തുനിന്ന് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ആണ് നമ്മൾ എനർജി ബാലൻസും നമ്മുടെ ഇൻഫ്ലമേഷനെയും ഇമ്മ്യൂൺ ഫങ്ഷനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു കീ ഫാക്ടറാണ്. അതുകൂടാണ്ട് ഇതിനകത്തുനിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് ആണ് ബ്യൂട്രേറ്റ് എന്ന് പറയുന്നത്, സോഡിയം ബ്യൂട്രേറ്റ് എന്ന് പറയും. ഈ സോഡിയം ബ്യൂട്രേറ്റിനാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഒരുപാട് ഫങ്ഷൻസിനെ നമ്മൾ പ്രിവെന്റ് ചെയ്യും. അതായത് നമ്മൾ അതിനകത്തുനിന്ന് ഒബിസിറ്റി, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഗട്ട് ഡിസോർഡേഴ്സ്, ക്രോണിക് ഇൻഫ്ലമേഷൻസ്, ഇതിനെല്ലാം പ്രിവെന്റ് ചെയ്യുന്ന സാധനമാണ് സോഡിയം ബ്യൂട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ വയറ്റിനകത്ത് നോ ഫൈബർ, നോ ഫെർമെന്റേഷൻ, നോ ബ്യൂട്രേറ്റ്. അപ്പോൾ നമ്മൾ ഇത് കഴിക്കുന്ന ഫുഡിന്റെ ഒരു പാർട്ട് തന്നെ നമ്മളൊരു ഡയറ്ററി ഫൈബറും കൂടെ ആഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ സ്മൂത്ത് പ്രോസസ്സ് നടക്കുകയുള്ളൂ. അതായത് നമ്മുടെ വയറ് നന്നായിട്ട് ഫങ്ഷൻ ചെയ്ത് അത് തന്നെ നമ്മൾ ഇപ്പം വയറ് നന്നായാൽ മനസ്സും നന്നാകും എന്ന് പറയുന്ന പോലെയാണ്. അതുപോലെയാണ് നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ കൂടെ ഫൈബർ ആഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് പല രീതിയിലും നമുക്ക് ഗുണം ചെയ്യും. പിന്നെ ഇതുപോലെ നമുക്കൊരു 2, 3, 4 ആഴ്ച കഴിക്കുമ്പോൾ തന്നെ ഈ ഫൈബർ നമ്മുടെ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും കൂടെ നമ്മൾ ഫൈബർ കൂടെ ആഡ് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് 2 to 4 വീക്സിനുള്ളിൽ നമുക്കൊരു ബെറ്റർ റിസൾട്ട്സ് കിട്ടും. 4 വീക്സ് കൊണ്ട് തന്നെ നമ്മുടെ ഇനാക്റ്റീവ് ആയിട്ടുള്ള പല ഗട്ട് ബാക്ടീരിയസും നമ്മൾ ആക്റ്റീവ് ആവും. അത് പ്രൊഡ്യൂസ് ചെയ്ത് പല ബെനിഫിഷ്യൽ ആക്ടിവിറ്റീസും നമ്മുടെ സ്ലീപ്പ് പാറ്റേൺസ് ഇംപ്രൂവ് ചെയ്യും, നമ്മുടെ ഗട്ട് മോട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യും, പിന്നെ അതുപോലെ ലീക്കി ഗട്ട് പ്രിവെന്റ് ചെയ്യും, പിന്നെ അതുപോലെ ക്രോണിക് ഇൻഫ്ലമേഷൻസ്, ഇങ്ങനത്തെ പല ഇൻസുലിൻ സ്പൈക്ക് പ്രിവെന്റ് ചെയ്യും. അതുകൂടാണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഈ
നമ്മുടെ എന്താ പറയുക, നമ്മുടെ വിശപ്പ് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഫൈബർ കുറെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ 35% ഓഫ് ഡിസീസ് റിസ്ക് റിഡക്ഷൻ ആണ് നമുക്ക് ഈ വരുന്ന കണ്ടിന്യൂസ് യൂസേജ് ഓഫ് ഫൈബർ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അതിനകത്ത് ഓൾമോസ്റ്റ് ഒരു 100ഓളം സ്റ്റഡികൾ നമുക്ക് പേപ്പേഴ്സ്, ക്ലിനിക്കൽ സ്റ്റഡീസ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. അത് ഓൾറെഡി പബ്ലിഷ്ഡുമാണ്. അത് നിങ്ങൾക്ക് ഗൂഗിളിൽ തപ്പിയാലും അല്ലെങ്കിൽ പബ്മെഡിൽ നോക്കിയാലും അറിയാൻ പറ്റും ഹൗ ഇറ്റ് ഹെൽപ്സ് ദ നോർമൽ ഫങ്ഷനിങ് ഓഫ് ദി ഇൻറ്റസ്റ്റൈൻ. അപ്പോ ഇതിനകത്ത് ഡയറ്ററി ഫൈബർ നമ്മൾ ഫെർമെന്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് നമ്മൾ എങ്ങനെ ഏതെല്ലാം ലെവലിലേക്ക് ആക്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക. അതായത് ഒന്ന് ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയും. അതായത് ഗട്ടും ബ്രെയിനും തമ്മിലുള്ള കണക്ഷൻസ് ആണ്. വേഗസ് നെർവ് എന്നും പറഞ്ഞ ഒരു സിംഗിൾ ലാർജസ്റ്റ് നെർവ് വഴി കണക്റ്റഡ് ആണ്. ഇത് നമ്മൾ ഈ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ബൈ പ്രോഡക്ട്സ് എല്ലാം നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും, നമ്മുടെ കൊഗ്നിറ്റീവ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യും, നമ്മുടെ സ്ട്രെസ് ലെവലും റിഡ്യൂസ് ചെയ്യും. അതുമാതിരി തന്നെ ഇത് ഗട്ടിൽ നിന്നും ലിവറിലേക്കും പാൻക്രിയാസിലേക്കുമുള്ള കണക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം കണക്ഷൻസ് നമ്മുടെ ഡയബറ്റീസും മെറ്റബോളിക് ഡിസോർഡേഴ്സും മുഴുവനും അത് കറക്റ്റ് ചെയ്യും. അതുകൂടാണ്ട് തന്നെ കാർഡിയോ ആൻഡ് കിഡ്നി ആക്സിസ് വഴി നമ്മുടെ ക്രോണിക് ഇൻഫ്ലമേഷനും കാർഡിയോവാസ്കുലർ ഹെൽത്തും ഇംപ്രൂവ് ചെയ്യും. നാലാമത് വരുന്നതാണ് ഗട്ട് സ്കിൻ ആക്സിസ് എന്ന് പറയുന്നത്. അതായത് ഗട്ടിൽ നിന്നുള്ള കണക്ഷൻസ് ബിറ്റ്വീൻ ദ ഗട്ട് ആൻഡ് ദി സ്കിൻ. അത് നമുക്ക് വരുന്ന സ്കിന്നിൽ വരുന്ന സ്കിൻ ഡിസോർഡേഴ്സ് ഉണ്ട്, ആക്നെ ഉണ്ട്, ഏജിങ് ഉണ്ട്, ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ഇൻ ദ സ്കിൻ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഗട്ട് സ്കിൻ ആക്സിസിൽ കൂടെ നമ്മൾ കറക്റ്റഡ് ആകും. അഞ്ചാമത് വരുന്നതാണ് ഗട്ട് ആൻഡ് ഇമ്മ്യൂൺ ആക്സിസ്. അതിനകത്ത് കണ്ടമാനം ഹോർമോൺസും ഇമ്മ്യൂൺ മോഡുലേറ്ററി ഫാക്ടേഴ്സ് ഒക്കെ ഈ നമ്മുടെ ഡയറ്ററി ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് കൊണ്ട് നമുക്ക് കണ്ടമാനം നമുക്ക് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് സ്ലൈഡ്. സോ ഇതാണ് സിനോബയോട്ടിക്കിന്റെ ഗുണം എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഒപ്റ്റിമൈസ്ഡ് ഫൈബർ ബ്ലെൻഡ് വിച്ച് ഈസ് ഓൾ, എല്ലാ കോമ്പോണൻസും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. നോർമലി യൂസ് ചെയ്യുന്ന ഫൈബേഴ്സ് ആണ്. ബട്ട് നമുക്ക് ഈ ഫൈബേഴ്സ് പല ഫുഡിൽ നിന്നും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ എത്ര വെജിറ്റബിൾസ് കഴിച്ചാലും ദ ക്വാളിറ്റി ഓഫ് ദി വെജിറ്റബിൾസ്, ഹൗ വി ആർ ഗോയിങ് ടു കൺസ്യൂം ഇറ്റ്, വാട്ട് ഈസ് ദ മോഡ് ഓഫ് കോമ്പിനേഷൻ ഓഫ് വെജിറ്റബിൾസ് ഇൻ ടു ദ ബോഡി, പിന്നെ എങ്ങനെയാണ് അത് മെറ്റബോളൈസ് ചെയ്യുന്നത്, വാട്ട് ഈസ് ദ ഹെൽത്ത്, ഇതെല്ലാം ബ്ലെൻഡ് ചെയ്തേക്കുന്നത് ഡിപ്പെൻസ് ചെയ്യിക്കുന്നത് ക്വാളിറ്റി ഓഫ് ദി വെജിറ്റബിൾസ് വാട്ട് വി ആർ ഗെറ്റിംഗ് ഡേ ടു ഡേ ഇൻ അവർ ലൈഫ്. ഇതിനെല്ലാം ഇതിൽ നിന്നുള്ള മേജർ എക്സ്ട്രാക്ട് എടുത്തിട്ടാണ് ഈ സിനോബയോട്ടിക് എന്നുള്ള ഒരു പ്രോഡക്റ്റ് ബ്ലെൻഡ് ചെയ്ത് ഉണ്ടാക്കിയേക്കുന്നത്. അതിന് മാത്രമല്ല അത് ഓൾറെഡി ക്ലിനിക്കലി വാലിഡേറ്റഡ് ആണ്. നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മുടെ പാർട്ടാക്കി നമുക്ക് കൊണ്ടുപോകാനും പറ്റുന്ന ഈസി ഫോമാറ്റിലാണ് അത് ഡിസൈൻ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. So let's discuss. We discussed almost transform your gut and transform your life. So what we have to do is restore your microbial balance, support the weight and immunity, and maintain the natural long-term wellness. അപ്പൊ ഇതിനകത്ത് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ചാല്, ഇതിനകത്ത് നമ്മൾ കീ ഫാക്ടേഴ്സ്, നമ്മൾ ഏതൊക്കെ കമ്മ്യൂണിറ്റീസിനെ, ഏതൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സിനെ ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ വി ഹാവ് ടു ചൂസ് ദ പീപ്പിൾ ഹു ആർ സഫറിങ് ഫ്രം ഗട്ട് ഡിസോർഡേഴ്സ് ലൈക്ക് ലീക്കി ഗട്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് ഉണ്ടാവാം, അല്ലെങ്കിൽ ബ്രെയിൻ ഫോഗ് ഉണ്ടാവാം. ഇങ്ങനെ പല പല ഫങ്ഷൻസിലുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെയുള്ള വെയിറ്റ് റിഡക്ഷൻസിന്റെ ഒരു കീ ഇൻഗ്രീഡിയൻസ് പോലെ നമുക്കിത് കൊടുക്കാൻ പറ്റും. ദോസ് ഹു ആർ ആസ്പയറിംഗ് ഫോർ ദ വെയിറ്റ് ലോസ്, അതായത് ഫറ്റീഗും ഒബിസിറ്റിയും ഉള്ളവർക്ക് നമുക്കിത് ഒരു ഡയറ്ററി സപ്ലിമെന്റ് ആയിട്ട് കൊടുക്കാം. അതായത് ഇതുകൊണ്ട് തടി കുറയും എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, ഇത് തടി കുറയ്ക്കാൻ സഹായിക്കും. കാരണം പേഷ്യൻസിന്, കഴിക്കുന്ന കസ്റ്റമേഴ്സിന്റെ എന്താ പറയാ, അവരുടെ വിശപ്പിനെ കുറച്ചൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം ഇറ്റ് ബിക്കംസ് ദ ബൾക്ക് ഓഫ് ദ ഫുഡ്. അപ്പൊ ഇത് കൂടുതൽ കയറുമ്പോൾ നമ്മൾ കൂടുതൽ
കുറച്ച് ഭക്ഷണമേ കഴിക്കുകയുള്ളൂ. അത് കൂടാണ്ട് തന്നെ നമ്മൾ ഈ കഴിക്കുന്ന ഡയറ്ററി ഫൈബറിന്റെ ഗുണം കൊണ്ട് ബാക്കിയുള്ള ബാക്ടീരിയസ് എല്ലാം പല ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് റിലീസ് ചെയ്യുമ്പോൾ അത് കഴിക്കുന്നവർക്ക് തന്നെ വലിയൊരു ഇതുണ്ടാവും. പിന്നെ മൂന്നാമത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് ജിമ്മിലേക്ക് പോകുന്നവരാണ്. കാരണം ജിമ്മിൽ പോകുന്നത് കൂടുതലും അവർ ഫോക്കസ് ചെയ്യുന്നത് പ്രോട്ടീനിലേക്കാണ്. ഹൈ പ്രോട്ടീൻ ഫുഡാണ് കഴിക്കുന്നത്. ഹൈ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അവര് പ്രോട്ടീൻ കഴിഞ്ഞിട്ടേ അടുത്ത കാർബോഹൈഡ്രേറ്റിലേക്ക് നോക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഫാറ്റിലേക്ക് നോക്കുകയുള്ളൂ. ബട്ട് പ്രോട്ടീൻ വിത്തൗട്ട് ഡയറ്ററി ഫൈബർ എന്ന് പറയുന്നത് വലിയൊരു ഹൈ പ്രോട്ടീൻ കയറ്റുമ്പോൾ അവര് ദേ ആർ നോട്ട് ഗെയിനിങ് ദ മസിൽസ്, ദേ ആർ ലൂസിങ് ദെയർ ഗട്ട് ഹെൽത്ത്. അതെങ്ങനെ ഗട്ട് ഹെൽത്ത് പ്രിവെന്റ് ചെയ്യുന്നു, അല്ല എങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, അത് കൂടുതൽ പ്രോട്ടീൻ കഴിക്കുമ്പോഴേക്കും ഈ പ്രോട്ടീന് ശരിക്കും സമയം കിട്ടില്ല ഇത് ഡൈജസ്റ്റ് ചെയ്യാനല്ല. ഇത് ചെന്നിട്ട് പ്രോട്ടിയോലൈറ്റിക് പ്യൂട്രിഫാക്ഷൻ എന്നും പറഞ്ഞൊരു പ്രോസസ്സ് നടക്കും. അതായത് പ്രോട്ടീന് ശരിക്കും ചീഞ്ഞഴിയാൻ തുടങ്ങും. അതായത് അതിനകത്തുനിന്ന് അമോണിയയും ഹൈഡ്രജൻ സൾഫൈഡ് എന്നും പറഞ്ഞ 2 കെമിക്കൽസ് റിലീസ് ചെയ്യും. ഈ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഇതാണ് കൊളോൺ സെൽസിനെ കംപ്ലീറ്റ്ലി ഡാമേജ് ആയി അവര് പിന്നീട് അവർക്ക് മസിൽ ഉണ്ടാവും, പക്ഷെ ദേ പ്രോൺ ടു ഗെറ്റ് മോർ ലീക്കി ഗട്ട്. അപ്പം ഇതിന്റെ ഇൻഡസ്റ്റൈനിലെ അസിഡിറ്റി ലെവലിൽ കുറയും, ആൽക്കലിനിറ്റി കൂടുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് കൂടുതൽ ബാക്ടീരിയ കൂടുതൽ ബാഡ് ബാക്ടീരിയക്കുള്ള പോപ്പുലേഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ കിഡ്നിയുടെ ലിവറിന്റെയും ഓവർലോഡ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു ഫാക്ടേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന കീ സെഗ്മെന്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് those who are those who are aspiring for the weight loss, രണ്ടാമത് ജിം ഗോവേഴ്സ്, മൂന്നാമത് ഇത് എന്താണ് ഡയബറ്റിക് പോപ്പുലേഷൻസ്, പിന്നെ നാലാമത് ഹൈപ്പർ ടെൻഷൻ. ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിന്റെ ഒരു പാർട്ടാക്കി ഒരു കീ ഇൻഗ്രീഡിയന്റ് അല്ലെങ്കിൽ ഒരു സപ്ലിമെന്ററി ഇൻഗ്രീഡിയന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു റെസിസ്റ്റന്റ് സ്റ്റാർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് നമ്മുടെ കേരള ക്യൂസിൻസ് എടുത്തു കഴിഞ്ഞാൽ പുട്ട്, കടല, കപ്പ, മീന്, അപ്പം ഇതെല്ലാം നല്ലതാണ്. ബട്ട് ഇതിനകത്ത് ഫൈബറിന്റെ അളവ് കുറവാണ്. പുട്ട് കഴിക്കുമ്പോൾ നമ്മൾ അരിപ്പുട്ടായിരിക്കും കൂടുതലും കഴിക്കുന്നത്, കാരണം ഈ ഒരു പുട്ട് നമ്മൾ കഴിക്കില്ല. അപ്പം ഇറ്റ് ഈസ് വെരി ഗുഡ്, ഫെർമെന്റഡ് ആണ്. ഫെർമെന്റേഷൻസിൽ നമ്മൾ പ്രോബയോട്ടിക്സ് ആണ് കൂടുതലും ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ കപ്പയിൽ കൂടുതലും വരുന്നത് റെസിസ്റ്റന്റ് സ്റ്റാർച്ച് അല്ല, നോർമൽ സ്റ്റാർച്ച് ആണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓരോ കുക്ക് ചെയ്യുന്ന പ്രോസസ്സ് അനുസരിച്ചിരിക്കും നമ്മൾ അതിനകത്തുള്ള റെസിസ്റ്റന്റ് സ്റ്റാർച്ചിന്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യാം. ഇപ്പൊ നമ്മൾ കുക്ക് ചെയ്യുന്ന ഫ്രഷ് റൈസ്, അതായത് നമ്മൾ കുക്ക് ചെയ്യുന്ന ചോറ് നമ്മൾ ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് സ്റ്റാർച്ച് കണ്ടന്റ് കുറവായിരിക്കും, റെസിസ്റ്റന്റ് സ്റ്റാർച്ച്. അതേസമയം നമ്മൾ ആ കുക്ക് ചെയ്ത റൈസ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം വീണ്ടും ചൂടാക്കി കഴിക്കുമ്പോൾ അതിനകത്ത് റെസിസ്റ്റന്റ് സ്റ്റാർച്ച് കൂടും. അപ്പോ ഇപ്പോഴത്തെ പുതിയ സ്റ്റഡി പറയുന്നതെന്ന് വെച്ചാൽ cooked, cooled and recooked or reheated rice has got more resistant starch than the freshly prepared rice. ഇതാണ് എൻ്റെ ഒരു പുതിയൊരു ഒരു സ്റ്റഡി. സോ ഐ തിങ്ക് ഇതാണ് നമ്മുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സ്. എന്തൊക്കെയാണ് നമ്മുടെ വെയിറ്റ് ലോസ് പ്രോഗ്രാം, ഡയബറ്റിക് ഡയറ്ററി പ്രോഗ്രാമിന്റെ ഒരു പാർട്ടാക്കി മാറ്റാം, ജിം ഗോവേഴ്സ്, പിന്നെ ഉള്ളത് ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ്. ഇതിലെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റും. പല പല സെഗ്മെന്റ്സിനെയും നമുക്ക് ഫോക്കസ് ചെയ്ത് നമുക്ക് വി ക്യാൻ പ്രൊമോട്ട് ദ സെയിൽസ്. സോ ഐ തിങ്ക് ഐ ഹാവ് കൺക്ലൂഡ് ദിസ് സെഷൻ. സോ ഹാൻഡ് ഇറ്റ് ഓവർ ടു മിസ്റ്റർ ഷാജി. താങ്ക് യു. Thank you, Doctor. It was an incredible session. വളരെ വാല്യുബിൾ ആയിരുന്നു. A lot of insights and a lot of information. I hope ഗസ്റ്റ് ആയിട്ട് വന്ന ആൾക്കാർക്ക്, പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള വളരെ വലിയ ഒരു ഇൻഫർമേഷൻ ആണ്. സോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നിങ്ങൾ കേട്ട കാര്യങ്ങൾ, ഒന്ന് സെല്ലുലാർ ഫങ്ഷൻസ്, രണ്ട് ഗട്ട് ഹെൽത്ത്, ഇത് രണ്ടും ഫൗണ്ടേഷണലാണ്.
നമുക്കൊരു ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇഫ് യു വാണ്ട് ടു സ്റ്റേ ഹെൽത്തിയർ, live longer, you have to fix your cellular functions and you have to fix your gut health. ഇത് രണ്ടും പരമപ്രധാനമായിട്ടുള്ള നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള ആ, കാര്യങ്ങളാണ്, ചെയ്യേണ്ട സ്റ്റെപ്പുകളാണ്. അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് സിൻസിനോ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് zinzinoplay.com എന്ന് പറയുന്ന ഒരു വീഡിയോ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ പ്രൊഡക്ട്സിനെ കുറിച്ചും കമ്പനികളെ കുറിച്ചും എല്ലാ കാര്യങ്ങളും അറിയാം. അതല്ല, കൂടുതൽ പഠനങ്ങളോ റിസർച്ച് പേപ്പേഴ്സോ മറ്റു കാര്യങ്ങളോ വേണമെങ്കിൽ യു ക്യാൻ റീച്ച് ഔട്ട് ടു അസ്. നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരിലൂടെ അവരത് ഷെയർ ചെയ്യുന്നുണ്ടാവും. അതല്ല, കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ യു ക്യാൻ റീച്ച് ഔട്ട് ടു അസ്. സോ എന്തായാലും ഈ ഒരു വൈകുന്നേരത്ത് ഹെൽത്തിനെ പറ്റി ഒരു കൺവെർസേഷനിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചതിൽ വളരെ വലിയ സന്തോഷം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹം, നന്ദി. ഞാൻ ഒരിക്കൽ കൂടി നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സെഷൻ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ഷാജി സാർ, താങ്ക് യു ഡോക്ടർ കമറുദ്ദീൻ. വളരെ സന്തോഷം.